ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്തു നിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, വളരെ ശക്തമേറിയ ദൈവത്തിൻ്റെ ആലോചനയാണ് കഴിഞ്ഞ നാടുകളിലൊക്കെ നമ്മൾ കേട്ട് ദൈവശബ്ദങ്ങളാണ് അഭിഷിക്തന്മാരിൽ കൂടെ ഒക്കെ ദൈവം നമ്മെ കേൾപ്പിച്ചു. എന്നാൽ ഇവിടെ ആഹാബ് മരിച്ച ശേഷം മോവാബിയർ ഇസ്രായേലിനോട് മത്സരിച്ച ഒരു മത്സരമെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വരുന്ന വരവിൽ ആകാശത്ത് നിന്ന് തീ ഇറക്കി കർമ്മേലിന്റെ കൊടുമുടിയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തിയ ഏലിയാവ് തീർന്നില്ല. രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് തൻ്റെ രാജ്ഞിയായി, പത്നിയായി, ഭാര്യയായൊക്കെ നിറഞ്ഞാടിയ ഇസബേലിൻ്റെ രക്തം നായ്ക്കൾ നക്കി അവളെ ഭൂപരപ്പിൽ നിന്ന് തുടച്ചു മാറ്റിക്കഴിഞ്ഞ ശേഷം ഒരു വലിയ ദൈവപ്രവർത്തിക്കായി ഏലിയാവിനെ കർത്താവ് അഭിഷേകം ചെയ്തു. ഈ അഭിഷേകം ചെയ്ത് താൻ മുൻപിലോട്ട് കടന്നു വരുമ്പോൾ തന്നെ ഏലിയാവിന് നേരെ ഒരു വലിയ ആക്രമണം ഇസബേൽ അഴിച്ചുവിട്ടു. എന്തെന്നറിയാമോ? തൻ്റെ പിതാക്കന്മാരുടെ മുന്തിരിത്തോട്ടം കാത്തുകൊണ്ടുവരുന്ന, അല്ലെങ്കിൽ പരിപാലിച്ചു കൊണ്ടുവരുന്ന, അല്ലെങ്കിൽ ആ മുന്തിരിത്തോട്ടത്തെ കാക്കുവാനും വേല ചെയ്യുവാനും അങ്ങനെ വരവേ നാബോത്ത് എന്ന അഭിഷക്തന് നേരെ ഒരു വലിയ പീഡനം അഴിച്ചുവിട്ട ലോകചരിത്രത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥങ്ങളിൽ ഒന്നാണ് നമ്മുടെ കയ്യിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകം. അനേക ഗ്രന്ഥങ്ങൾ ഈ ഭൂപരപ്പിൽ തച്ചുടഞ്ഞ് മാഞ്ഞും ചെതലരിച്ചും പോയപ്പോഴും, അനേക ഗ്രന്ഥങ്ങളെ പുഷ്ടപ്പെട്ടപ്പോഴും ഈ ഗ്രന്ഥത്തിന് മാത്രം ഒന്നും ചെയ്യാൻ കഴിയാതെ മാനവകുലം പകച്ചു നിൽക്കുമ്പോൾ നാബോത്തിന്റെ മുന്തിരിത്തോട്ടത്തെ ചീരത്തോട്ടമാക്കുവാൻ അവൻ ആളയച്ച് നാബോത്തിനോട് പറയുക, നീ നിന്റെ മുന്തിരിത്തോട്ടം എനിക്ക് തരണം, എനിക്കിത് ചീരത്തോട്ടമാക്കണമെന്ന് നാബോത്തിന്റെ അടുത്ത് ദൂതന്മാരെ അയച്ചപ്പോൾ നാബോത്ത് പറഞ്ഞില്ല, ഞാൻ തരത്തില്ല, കാരണം ഇതെൻ്റെ പിതാക്കന്മാര് എൻ്റെ കയ്യിൽ ഏൽപ്പിച്ച തോട്ടമാണ്, ഇത് ഞാൻ തരത്തില്ല, നീ എന്നോട് ചോദിക്കണ്ട എന്ന് നാബോത്ത് അവിടെ വിളിച്ചു പറഞ്ഞു. അന്ന് മുതൽ നിരാശനായി ആഹാരം കഴിക്കാതെ, കുളിക്കാതെ, പല്ല് തേക്കാതെ, അന്തഃപുരത്തിൽ വന്ന് രാപ്പാർക്കാതെ വൃക്ഷത്തിന്റെ ചുവട്ടിലും തോട്ടിന്റെ കരയിലും പലയിടത്തും കിടന്നുറങ്ങി ക്ഷീണിതനായിരിക്കുന്ന തൻ്റെ ഭർത്താവിനെ കണ്ടിട്ട് ഇസബേൽ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താ നിന്റെ പ്രശ്നം? ചേട്ടൻ പറ, നീ രാജാവല്ലേ, നീ പറഞ്ഞാൽ ഇന്ന് പലതും സംഭവിക്കും, നിനക്ക് എന്താ വേണ്ടത്? അപ്പോഴാ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എനിക്ക് വേണ്ടത് മറ്റൊന്നുമല്ല, എനിക്ക് നാബോത്തിന്റെ മുന്തിരിത്തോട്ടം വേണം, അത്രയല്ലേ ഉള്ളൂ, അത്രയല്ലേ നിനക്ക് ഉള്ളൂ, ഞാനത് വാങ്ങിത്തരാം, ഞാൻ തരാം എന്ന് പറഞ്ഞ് അവൾ മുമ്പിലോട്ട് ചട്ടം കെട്ടി ഇറങ്ങി. ശേഷം നാബോത്തിനെ കൊല്ലുവാൻ ചരിത്രത്തിൽ ആരും ചെയ്യാത്ത കിരാതത്തെ ഇവൾ അഴിച്ചുവിട്ടു. മന്ത്രവാദത്തിലും കൊടികുത്തി വാഴുന്ന ഇസബേലിന്റെ സകല ഭൃത്യന്മാരെയും അയച്ച് അശേര്യ പ്രവാചകന്മാരെയും പ്രതിഷ്ഠ ചെയ്യുന്ന ആ വില്ലാളികളെയും പരാക്രമശാലികളെയും അയച്ച് നാബോത്തിനെ തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ വച്ച് താൻ പാർത്തിരുന്ന വെൺമാടത്തിന് കീഴിൽ വച്ച് കല്ലെറിഞ്ഞവനെ കൊല്ലുവാനിടയായി. കൊന്ന ശേഷം ആ മുന്തിരിത്തോട്ടം, അതിൻ്റെ പ്രമാണങ്ങളും അതിൻ്റെ കെട്ടുറപ്പുകളും എല്ലാം ഏലിയാവിന്റെ കയ്യിൽ കൊണ്ട് ആഹാബിന്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ട് പറയുകയാണ്, ഇതാ നീ കാത്തിരുന്ന മുന്തിരിത്തോട്ടത്തെ ഇതാ അതിൻ്റെ സകലവിധ രേഖകളുമായി നിന്റെ കയ്യിൽ ഏൽപ്പിക്കുക. അന്ന് മുതൽ അവൻ ആഹാരം കഴിച്ച് ബലപ്പെട്ട് കാര്യങ്ങൾ ക്രമീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഒരു കാര്യം പറയാം, നീതിമാൻ രക്തം എവിടെ ചിന്തിയിട്ടുണ്ടോ ആ നിലത്തിന്റെ പേര് മുന്തിരിത്തോട്ടം എന്നല്ല പിന്നെ അറിഞ്ഞത്,
ചരിത്ര ഏടുകളിൽ മാത്രമല്ല വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് രക്തനിലമെന്ന് അറിയപ്പെടുവാനിടയായി. കാരണം വിഴുന്നത് കറയില്ലാത്തവന്റെ, ചുളുക്കമില്ലാത്തവന്റെ, നീതിമാന്റെ രക്തം ആ നിലത്തിലേക്ക്, പിതാക്കന്മാരുടെ അവകാശത്തിലേക്ക് വീഴുന്നപ്പോൾ ആ നിലത്തിന്റെ സ്വഭാവം മാറി. അന്നു മുതൽ കൊടുത്തുകൊണ്ടിരുന്ന ഫലം അവിടെ നിൽക്കുവാൻ സ്റ്റോപ്പ് ചെയ്യാനിടയായി. ശേഷം ആ നിലത്ത് രക്തക്കനികൾ മുളച്ചു വരുവാനിടയായി. വൈരാഗ്യവും മൂർത്തിന്യ അവസ്ഥയിലേക്ക്, ആഹാബിന്റെ കൊട്ടാരത്തിലേക്ക് ഇടിച്ചു കയറുന്ന അവസ്ഥയിലേക്ക് വന്നപ്പോൾ ഏലിയാവിന് നേരെ പരാക്രമം അഴിച്ചുവിടുവാൻ മുമ്പിലോട്ട് വന്ന സമയത്താണ്, ആമേൻ സ്തോത്രം, ആഹാബിന്റെ ഭാര്യയായ, അല്ലെങ്കിൽ രാജ്ഞിയായ, അല്ലെങ്കിൽ പത്നിയായ ആമേൽ ഇസബേലിനെ തകർക്കാൻ ഏലിയാവ് ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്യുന്നത്. അവന്റെ പേരാണ് യേഹൂ. ആമേൻ. യേഹൂ അഭിഷേകം ചെയ്ത് അഭിഷേകത്തോട് നേരെ അന്തഃപുരത്തിലേക്ക് വരുമ്പോൾ ഇവൾ അവനെ വശീകരിപ്പാൻ വേണ്ടി പല ചട്ടങ്ങളും കെട്ടി മുൻപിലോട്ട് വന്ന സമയത്ത് സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആഹാബ് അവളെ ചവിട്ടി താഴെ ഇടാൻ കൽപ്പിച്ചു. അവന്റെ ഫ്രണ്ടിൽ വന്ന് കമന്നു വീണു. അവൾ പ്രാണനെ വിട്ടു. അവളുടെ രക്തം ചുമരിൽ തെറിച്ചു. നായ്ക്കൾ അവളുടെ ശരീരം മുഴുവനും ഭക്ഷിച്ചു കഴിഞ്ഞു. ഉറുമ്പ് അവളുടെ ശരീരത്തിലെ അസ്ഥികളെ സകലതും അരിച്ചു കഴിഞ്ഞു. ശേഷം ഏലിയാവിനെ കൊല്ലുമെന്ന് പറഞ്ഞ് അവൾ സ്തോത്രം പദ്ധതി അഴിച്ചു വിടുമ്പോൾ ആഹാബിന്റെ ആൾക്കാരെല്ലാം കൂടെ ചേർന്ന് ഏലിയാവിനെ കൊല്ലുമെന്ന് പറയുമ്പോഴും, ഇന്ന് രാത്രി ഞാൻ പറയാം, ഇന്നലെ നമ്മൾ ചിന്തിച്ചു, സകലത്തിന്റെയും അവസാനത്തോട് കർമ്മേലിന്റെ കൊടുമുടിയിൽ ഏലിയാവ് 850 പ്രവാചകന്മാർ നടുവിൽ നിന്നുകൊണ്ട് പറഞ്ഞു, സ്തോത്രം, നിങ്ങളുടെ ദൈവം എവിടെയെന്ന് ചോദിച്ചു. അവരെ നാണം കെടുത്തി, അവരെ പരിഹസിച്ച്, അവരെ ഇല്ലായ്മ ചെയ്ത്, അവരുടെ പദ്ധതികളെ പൊളിച്ച്, അവരുടെ രഹസ്യ കൂടങ്ങളെ പുറത്തിട്ട് വലിച്ചു കീറി ചവിട്ടി ഇല്ലാതാക്കിയിട്ട് പറഞ്ഞു, നിന്റെ ദൈവത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞവരെ പരിഹസിച്ച് മാറ്റി നിർത്തിയിട്ട് കർത്താവിന്റെ ഭക്തനായിരിക്കുന്ന അഥവാ ഏലിയാവ് സ്വർഗത്തിലേക്ക് നോക്കി തീ ഇറങ്ങി. അവൻ വ്യവസ്ഥ പ്രകാരം 12 ഗോത്രത്തിൽ നിന്ന് 12 കല്ലെടുത്ത് ഇടിഞ്ഞെടുക്കുന്ന യാഗപീഠം ശേഷം തൊലി ഉരിച്ച കാളയെ ഖണ്ഡമായി വെട്ടി ആ യാഗപീഠത്തിലേക്ക് വച്ച് തോട്ടിൽ വെള്ളം നിറച്ച് 2 ശയ വിത്ത് വിതച്ച് സ്വർഗത്തിലേക്ക് നോക്കി ദൈവം ആ യാഗപീഠത്തിലേക്ക് തീയിറക്കിയതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അത് ദൂത് പറയാൻ കഴിയും? സ്തോത്രം പറ. ആമേൻ. അതോട് ചേർന്നാണ് ഇന്ന് രാത്രി ഇവിടെ പറഞ്ഞത്, നീ ദൈവപുരുഷനാണെങ്കിൽ, ഇന്ന് അത്രയും മുഖവര പറഞ്ഞ കാര്യം, ഇന്ന് രാത്രി ഇവിടെ ഒരു തർക്കം ഉടലെടുക്കുകയാണ്. ഒറ്റ കാര്യം ചോദിക്കുക അവിടെ, എന്താ? നീ ആരെന്നറിയാമോ? ഏലിയാവേ, 50 പേർക്ക് അധിപതിയായവനോട് ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് ഇറങ്ങണം, തീ ഇറങ്ങണം. ഇന്ന് രാത്രി അവിടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്ന് പറ, ഇന്നലകളിൽ, ഇന്ന് രാവിലെ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് വരെ നിന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ പറയാൻ പറ്റുന്ന ഒറ്റ വാക്ക്, ദൈവ പൈതല. ആമേൻ. ഏലിയാവ് അവിടെ തെളിയിച്ചു കേട്ടോ. ഏലിയാവ് അവിടെ തെളിയിച്ചു. പ്രൈസ് ദി ലോർഡ്. ഞാൻ ആരെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഒരു ചലഞ്ച് ഏറ്റെടുക്ക്. ഇന്ന് രാത്രി ഒരു ചലഞ്ചിലേക്ക് നീ കടന്നു വരുമെങ്കിൽ നിന്നെ ആർക്കും തോൽപ്പിക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. മുമ്പ് ഞാൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ഉറക്കം തരുന്നതല്ല നിന്റെ സ്വപ്നങ്ങൾ. സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത് എന്തെന്നറിയാമോ? ഉറക്കം കെടുത്തുന്നതായിരിക്കണം. നിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും നിന്റെ ഉറക്കം കെടുത്തുന്ന രാത്രികളായിരിക്കണം. അതുപോലെ ഇന്ന് രാത്രിയിൽ ശ്രദ്ധിക്കൂ. ഈ ദൂത് കേട്ടപ്പോൾ ഏലിയാവും സ്തോത്രം ഷടപടന്ന് എണീക്കുവാൻ തുടങ്ങി. ഇന്ന് രാത്രി അഭിഷക്തന്മാരോട് ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇന്ന് രാത്രി ഇടപെടുന്ന ഇങ്ങനെയാണ്, നീ ദൈവ പുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറക്കി ഒന്ന് കാണിച്ചതാ. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ആരും നോക്കി നിൽക്കണം എന്നറിയാമോ? എലിശ നോക്കി നിൽക്കുകയാ. ആമേൻ.
അവന്റെ കൂടെ നടക്കുന്ന ശിഷ്യനായിരിക്കുന്ന എലിശ ഇതെല്ലാം നോക്കി നിൽക്കുകയാ. ഇവന് ഇതെല്ലാം കണ്ടപ്പോൾ ശരീരത്തിൽ രോമാഞ്ചം കൊള്ളുകയാണ്. എന്ന് രാത്രി ദൈവവൈതലേ, നിന്നിൽ കൂടെ ചില ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുമ്പോൾ, നിന്നിൽ കൂടെ ചില അത്ഭുത ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരുമ്പോൾ, നിന്റെ ശരീരത്തിനകത്ത് മാത്രമല്ല നിന്റെ മനസ്സിനെ വരെ തണുപ്പിക്കുന്ന, നിന്റെ കണ്ണുകൾക്ക് വരെ കാണുവാൻ സ്തോത്രം കഴിയാത്ത തലത്തിൽ വലിയ അത്ഭുതങ്ങൾ നിന്റെ കൂടാരത്തിൽ ദൈവം ഈ നാൾക്കളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതായി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചന വിളിച്ചു പറയുകയാണ്. ആമേൻ. ഒന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. എന്താ ടെസ്റ്റ്? ആമേൻ. ഞാൻ ദൈവ പൈതലാണോ? ഞാൻ പറഞ്ഞ ചിലത് സംഭവിക്കുമോ? ഇന്നും ആൾക്കാർക്ക് സംശയമുണ്ട്. നിങ്ങൾ ഇരിപ്പ് കാണുമ്പോഴേ അറിയാം. ഇന്നും നിങ്ങളുടെ പള്ളിയിൽ ആൾക്കാർക്ക് സംശയമുണ്ട്. നീ സ്നാനപ്പെട്ട വ്യക്തിയാണോ? ആരുടെ കയ്യിലാ സ്നാനപ്പെട്ടെ? നിന്റെ പ്രാർത്ഥന കേൾക്കുമ്പോഴേ അറിയാം നീ സ്നാനപ്പെട്ടോ. ആമേൻ. സ്തോത്രം. ഇരിപ്പ് കാണുമ്പോഴേ അറിയാം എന്തൊക്കെയോ നഷ്ടപ്പെട്ടതുപോലെ. ആമേൻ. എന്താ നഷ്ടപ്പെട്ടതല്ലേ? ആമേൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വരുവാനുള്ളവൻ വരും ശീഘ്രത്തിൽ. ഇന്ന് രാത്രി ദൈവ പൈതലേ, അഭിഷേകത്തെ തോൽപ്പിക്കാൻ ഈ ഭൂപരപ്പിൽ ഒന്നും ഉടലെടുത്തിട്ടില്ല. ഇന്ന് രാത്രി ഞാനത് ഉറപ്പിച്ചു പറയുക, ആത്മാവിൽ നിന്നുകൊണ്ട്. അഭിഷേകമുള്ളവനെ, അഭിഷേകത്തെ ഓവർകം ചെയ്യാൻ ഒരു മെഡിക്കൽ എത്തിക്സും ഈ ഭൂപരപ്പിൽ ഉടലെടുത്തിട്ടില്ല. എന്തെങ്കിലും ഉടലെടുക്കുന്നെങ്കിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഞാൻ ചലഞ്ച് ചെയ്യുന്നു, അത് ബൈബിളിൽ നിന്ന് മാത്രമേ ഉടലെടുത്തിട്ടുള്ളൂ. അല്ലാതെ ഈ ഭൂമിയിൽ ഒന്നും ഊരിത്തിരിഞ്ഞു വന്നിട്ടില്ല. ഊഹാമോഹങ്ങളിൽ കൂടെ ഒന്നും സംഭവിച്ചിട്ടില്ല. എല്ലാം ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളത് മാത്രമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയും സംഭവിക്കും. ഹല്ലേലൂയ. എന്റെ ദൈവം മിണ്ടാതിരിക്കുന്ന ദൈവമല്ല. ഇവിടെ നോക്ക്, ആഗാവിനെ പെട്ടിക്കകത്താക്കി. എന്നിട്ട് അവന്റെ പെട്ടിയുടെ ആ പുറത്ത് എഴുതി വെച്ചതെന്നറിയാമോ? എന്താ എഴുതി വെച്ചത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നല്ല പോർ പൊരുതി, പിന്നെ ഓട്ടം തികച്ചു, പിന്നെ വിശ്വാസം കാത്തു. ആരെ പെട്ടിയുടെ പുറത്തെന്നറിയാമോ? ആഹാബിന്റെ പെട്ടിയുടെ പുറത്താ. ശ്രദ്ധിക്കണം. അവൻ ആർക്ക് വേണ്ടിയാ ഓടിയെന്നറിയാമോ? നല്ല പോർ പൊരുതിയത് ആർക്ക് വേണ്ടി എന്നറിയാമോ? അഭിഷേകത്തിന് വിരോധമായി നല്ല പോർ പൊരുതു. ആമേൻ. സ്തോത്രം. അവന്റെ ഓട്ടം തികച്ചു. എങ്ങനെ? കണ്ടില്ലേ? നമ്മൾ ഇന്നലെ വായിച്ചില്ലേ? ഭയങ്കര ഓട്ടമല്ലേ ഓടിയത്? പെട്ടിക്കകത്താകാനുള്ള ഓട്ടമാ. ദൈവദാസന്മാർക്ക് വിരോധമായി എവിടെയെങ്കിലുമൊക്കെ പതിയിരിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, ആമേൻ, സ്തോത്രം, പ്രഖ്യാപിക്കുന്നു ദൈവ പൈതലേ, ആമേൻ, അതിൻ്റെ നേരെ ചിലതൊക്കെ സംഭവിച്ച് നടന്നിരിക്കുന്നു എന്ന് രാത്രി തമ്പുരാൻ അത് ശക്തമായി വിളിച്ചു പറയുന്നു. അടുത്തെന്താ പറഞ്ഞത്? ആമേൻ, തൻ്റെ വിശ്വാസം കാത്തു. ആമേൻ. എന്താ വിശ്വാസം? ഇതുവരയ്ക്കും തകർന്നു മാറിയില്ലേ? ഇതുവരയ്ക്കും ഒന്നും തീർന്നില്ലേ? ഇതുവരയ്ക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ളൊരു വിശ്വാസം അത് അവർ നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ഞാൻ പറയട്ടെ, ദൈവവുമായി ഒരു ബന്ധവുമില്ലാത്ത, കർത്താവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത, ദൈവസഭയുമായിട്ടൊരു ബന്ധവുമില്ലാത്ത, പ്രാർത്ഥനയില്ലാത്ത, വചനധ്യാനമില്ലാത്ത, ആമേൻ, സ്തോത്രം, സ്നാനമേൽക്കാത്ത, അല്ലെങ്കിൽ സ്നാനമേറ്റു ദൈവത്തിനു വേണ്ടി ഒന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുന്നവരെയും, ആമേൻ, സ്തോത്രം, അവന്റെ നിര്യാണത്തിലും എടിച്ചു നിന്ന് ആമേൻ അനുശോചനം അറിയിക്കുന്ന 10,000 മയക്ക് കിട്ടി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട. ഓ, എന്തായിരുന്നു അച്ചായൻ! ഓ, ഇന്നലെയും കവലയിൽ ഇരുന്നപ്പോ ഒരു പരിപ്പുവടയും ചായയും വാങ്ങിത്തന്ന അച്ചായൻ. ഓ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. എന്തിനേറെ ഇന്ന് രാത്രി ചിലരോടൊക്കെ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ഇടപെടുകയാ. നല്ല പോർ പൊരുതുന്നത് സൂക്ഷിച്ചായിരിക്കണം. ദൈവത്തിന് വേണ്ടി പടപൊരുതുവാൻ, ദൈവത്തിന് വേണ്ടി ഇന്ന് രാത്രി എന്തെങ്കിലും ചെയ്യുവാൻ തയ്യാറായി തീരുമാനത്തോടെ, പുതുക്കത്തോടെ ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ അവരെ നോക്കി ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചന വിളിച്ചു പറയുന്നു. ദൈവമൈതലേ, നിനക്ക് നേരെ എത്ര മത്സരികൾ വന്ന് പാർത്താലും നിന്റെ അടുക്കത്തില്ല എന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് രാത്രി ശക്തമായി ഇടപെടുകയാണ്. സ്തോത്രം. ഇവിടെ നോക്കിക്കേ, അഹാവ് മരിച്ച ശേഷം മോവാബ്യര് ഇസ്രായേലിനോട് എന്ത് ചെയ്തു? മത്സരിച്ചു. ഒരു മത്സരം.
നമുക്കറിയാം യെഹെസ്കേലിന്റെ പുസ്തകം നമ്മൾ പഠിക്കും, മൊത്തം മത്സരമാണ്. അത് തൻ്റെ ജനത്തോട് മത്സരിക്കുന്നതാണ്. ഈ ജനത്തോട് മത്സരിക്കുന്ന മത്സരത്തിന് ഈ ഗൃഹത്തിനകത്ത് ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. ആമേൻ, സ്തോത്രം. എന്നും മത്സരം നമ്മൾ കാണാറുണ്ട്. എന്താ മത്സരം എന്ന് പറയുന്നത്? ആമേൻ, ദൈവം പറയാത്തതിനെ ഇറങ്ങിച്ചാടുന്നത് അത്രേ മത്സരം. മുഴങ്കാൽപ്പടിയിരിക്കാതെ ഈ ജനം ഇറങ്ങിച്ചാടിയപ്പോൾ സ്വർഗത്തിലെ ദൈവമായിട്ട് അനുനിമിഷം കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന, അഥവാ സംവാദത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏലിയാവിനോടാ കളി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഏലിയാവുമാരാരെങ്കിലും ഇരിപ്പുണ്ടോ ഇതിനകത്ത്? ഹല്ലേലൂയ, സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങളുടെ മേലുള്ള ഭയറ്റുണ്ടല്ലോ, അത് ദൈവത്തിൻ്റെ കൂടെ ഉള്ള ഭയറ്റാ. സ്തോത്രം. അതുകൊണ്ട് ആർക്കും, ആമേൻ, സ്തോത്രം, അതിൽ മത്സരിച്ച് ജയിക്കാമെന്ന് ഈ മോവാബിന്, ആമേൻ, 51 പേരെയും കൊണ്ട് ഏലിയാവിൻ്റെ അടുത്ത് വന്ന് വെല്ലുവിളിക്കുകയാ. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി മനസ്സിലാക്കുന്നു, 51 പേരല്ല, ഇനി ഒരു ജനത മുഴുവനും ഇറങ്ങി വന്നാലും അഭിഷക്തനായിരിക്കുന്ന ദൈവമായിട്ട് അനുനിമിഷം ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഏലിയാവിനെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഇന്ന് രാത്രി ദൈവവചനത്തിന്റെ ആമേൻ ആഴത്തിൽ നിന്നുകൊണ്ട് വിളിച്ചു പറയാം. ദൈവകുഞ്ഞെ, നീ ദൈവത്തെ ആരാധിക്കുന്ന ദൈവകുഞ്ഞാണെങ്കിൽ നിന്റെ അഭിഷേകത്തെ ചോദ്യം ചെയ്യാൻ ഈ ഭൂപരപ്പിൽ ഒരു വ്യക്തിയെയും ദൈവം അനുവദിക്കത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു ചോദ്യം ചിഹ്നം കയറി വരികയാണ്. ഏലിയാവ് വേറെ ഒന്നും നോക്കിയില്ല. അവൻ എന്ത് ചെയ്യുന്നറിയാമോ? അവൻ നേരെ ആകാശത്തിൽ നിന്ന് എന്ത് ചെയ്തു? തീ ഇങ്ങോട്ട് താഴോട്ടിറക്കി. ആമേൻ. ഇന്ന് രാത്രി താഴെ നല്ല, നിലത്തുനിന്നല്ല തീ പൊങ്ങിയത്. ശ്രദ്ധിക്കണം. ആ നിലത്തുനിന്ന് തീ പൊങ്ങിയാൽ ഫയർഫോഴ്സിനെ വിളിച്ച് അണയ്ക്കാം. പക്ഷേ അടുപ്പത്തെ തീ സ്ഫോടനം സംഭവിച്ചു വീട്ടിനകത്തേക്ക് തീ പടർന്നു പിടിച്ചാലും നമുക്ക് വെള്ളം കോരി ഒഴിച്ചണയ്ക്കാം. ഹല്ലേലൂയ. ഇലക്ട്രിസിറ്റി ഷോർട്ടായി കത്തിയാലും നമുക്ക് ഫയർഫോഴ്സിലെയോ അല്ലെങ്കിൽ നമുക്ക് അണയ്ക്കാം. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കുക്കർ പൊട്ടിത്തെറിച്ചാലും നമുക്ക് അണയ്ക്കാം. ഹല്ലേലൂയ. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിക്ക് തീ പിടിച്ചാലും നമുക്ക് വെള്ളം കോരി അണയ്ക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. കൊയ്ത്തിന് ഒരുങ്ങി കിടക്കുന്ന പാടത്തിൽ ഈ ഭൂമിയിൽ നിന്ന് തീ പിടിച്ചാലും അണയ്ക്കാം. കാട്ടുതീ പോലും കടർന്നു പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അണയ്ക്കാൻ കഴിയും. പക്ഷെ ഇത് കാട്ടുതീയോ ഭൂമിയിലുള്ള തീയോ ഒന്നുമല്ല. ഇത് ഈ പറയപ്പെട്ട ഒരു തീയുമല്ല. ഏലിയാവിന് തീ ഇറക്കിയത് സ്വർഗത്തിൽ നിന്നാ. അത് അണയ്ക്കണമെങ്കിൽ അവിടെ ഇന്ന് രാത്രി ആ സ്വിച്ച് ഓഫ് ചെയ്യണം. ഈ കുടുംബത്തിനകത്ത് ചില കുടുംബത്തിനകത്ത് ദൈവാത്മാവിന്റെ അഗ്നി വ്യാപരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി നീ ആയിരിക്കുന്ന പട്ടണത്തിൽ, നീ ആയിരിക്കുന്ന രാജ്യത്തിൽ, നീ ആയിരിക്കുന്ന ചെറിയ വില്ലേജിനകത്ത്, ചെറിയ മുനിസിപ്പാലിറ്റിക്കകത്ത്, നീ ആയിരിക്കുന്ന ആമേ റേഞ്ചിനകത്ത് ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവശക്തി ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ കാണുകയാണ്. എത്ര പേർ ഇന്ന് രാത്രി സ്തോത്രം ചെയ്യുന്നുണ്ട്? ദൈവാത്മാവ് ശക്തമായി പറയുന്നു, സ്വർഗത്തിന് തീ ഇറങ്ങേണ്ട സമയമായി. ദൈവ പൈതലേ, നിനക്കെതിരെ മത്സരിച്ച് നിൽക്കുന്ന മോവാബിയരുടെ ചില മോവാബിയ വ്യക്തികളുണ്ട്, ചില മോവാബിയരുണ്ട്, ചില പടക്കൂട്ടമുണ്ട്. മോവാബിയർ വലിയ ശക്തിയാണ്. ഇവരെ തകർത്ത് കളയാൻ സ്വർഗത്തിലെ അഗ്നി ഇറക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാ. ഈ മോവാബിനെ തകർക്കുന്ന നിമിഷം ആമേ മുമ്പിലായിട്ടുണ്ട്. ഏലിയാവിനെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിലും അതിന്റെ തായ്വേരിനെ പിഴുതെടുക്കുവാൻ ഇന്ന് രാത്രി അടുത്തൊരുത്തിന് അഭിഷേകം ചെയ്യുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം ചെയ്യാൻ കഴിയും? ദൈവകുഞ്ഞെ, നിന്റെ പ്രാർത്ഥനയിൽ മോവാബിയർ തോറ്റില്ലേ? നിന്റെ ആരാധനയിൽ മോവാബിയർ തകർന്നില്ലേ? നിന്റെ ശുശ്രൂഷയിൽ മോവാബിയർ വിട്ടുപോയിട്ടില്ലേ? അവരുടെ മത്സരങ്ങൾ തകർന്നില്ലേ? ഇന്ന് രാത്രി ഒരുത്തൻ പിന്നാലെ വരുന്നുണ്ട്. അവന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. ഏലിയാവിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത്, ഏലിയാവിനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് 10 മടങ്ങായി ഒരുത്തൻ പിന്നാലെ വരുന്നുണ്ട്. അവന്റെ ഉന്മൂല നാശം കാണുവാൻ, അവനെ ഉന്മൂലമായി മത്സരത്തെ ആമേൻ അകപ്പദത്തിലേക്ക് തള്ളിവിടുന്ന, ഉന്മൂല നാശം ചെയ്യാൻ ഒരു അഭിഷേകം പ്രാപിച്ച ഒരുത്തൻ ഇന്ന് രാത്രി പാമേ സ്തോത്രം പുറത്തു വരുന്ന രാത്രിയാ. നിന്റെ കുടുംബത്തിൽ നിന്ന് ഒരു തലവൻ പുറത്തു വരും. നിന്റെ ദേശത്ത് നിന്ന് ഒരു തലവൻ പുറത്തു വരും. നിന്റെ സഭയിൽ നിന്ന് ഒരു തലവൻ
പുറത്തു വരും. നിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് നിന്ന് ഒരു തലവൻ പുറത്തു വരും. ഹല്ലേലൂയ. നിന്റെ കുടുംബജീവിതത്തിനകത്ത് നിന്ന് ഒരു തലവൻ പുറത്തു വരും. അവനായിരിക്കും കാര്യങ്ങൾ ക്രമീകരിക്കുന്നത്. അവനായിരിക്കും അതിൻ്റെതായ നിലയിലുള്ള ക്രമീകരണങ്ങൾ ക്രമീകരിക്കുന്നത്. അവനായിരിക്കും ദൈവത്തിന്റെ പ്രവൃത്തി അത് ശക്തമായി വെളിപ്പെടുന്നത്. നിങ്ങൾ പലരും മിണ്ടാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൂത് പിന്നെയും പറയുന്നു, നിന്നിൽ നിന്നൊരു തലവൻ ഉത്ഭവിച്ചു വരും. അവൻ നിന്റെ ദേശത്തെ ഭരിക്കുന്നവൻ, നിന്റെ കുടുംബത്തെ ഭരിക്കുന്നവൻ, നിന്റെ മിനിസ്ട്രിയെ ഭരിക്കുന്നവൻ, നിന്റെ ദേശത്തെ ഭരിക്കുന്നവൻ, നിന്റെ ശുശ്രൂഷയെ ഭരിക്കുന്നവൻ, നിന്റെ കുടുംബത്തെ നയിക്കുന്നവൻ. പ്രൈസ്, നിന്റെ ഔദ്യോഗിക സ്ഥാനത്തെ നിയന്ത്രിക്കുന്ന ഒരുത്തൻ നിന്റെ കുടുംബത്തിൽ നിന്ന് പുറത്തു വരാൻ പോകുന്ന രാത്രിയാ. കരങ്ങളെ ചേർത്തടിച്ച് ഇന്ന് രാത്രി എത്ര പേർക്ക് ആരാധിച്ച് ആ ദൂതേറ്റെടുക്കാൻ കഴിയും? നിന്റെ ദേശത്ത് തലവൻ പുറപ്പെടാൻ പോകുകയാ. ഒരു തലവൻ നിന്റെ ദേശത്ത് പുറപ്പെട്ടു വരാൻ പോകുകയാ. അതുക്ക് മേലെ ഒരു തലവനും ഇന്ന് രാത്രി ഉത്ഭവിക്കത്തില്ല. അതുക്ക് മേലെ ഒരു തലവനും ഇന്ന് രാത്രി ഉത്ഭവിക്കത്തില്ല. അവൻ അധികാരമില്ലാത്തവനായിരിക്കും, അവൻ അതിശക്തിയില്ലാത്തവനായിരിക്കും. പക്ഷെ ദൈവവചനം പറയുന്നു, നിന്നിൽ നിന്നൊരു തലവൻ പുറപ്പെട്ടു വരാൻ പോകുന്നു. സദൃശവാക്യങ്ങൾ ഇങ്ങനൊരു വാക്യമുണ്ട്. അവിടെ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, നീതിമാന്മാർ 7 പ്രാവശ്യം വീണാലും നിലം പരിചയാകത്തില്ല. കാരണം ദൈവത്തിന്റെ പ്രവൃത്തി ശക്തമായി വെളിപ്പെടുന്ന രാത്രികളായിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നിന്റെ ഉദരത്തിൽ നിന്നൊരു തലവൻ പുറത്തു വരുന്ന നാഴിക വിദൂരമല്ല. നിന്റെ കുടുംബത്തിൽ നിന്നൊരു തലവൻ പുറത്തു വരുന്ന നാഴിക വിദൂരമല്ല. ഏലിയാവ് പറയുക, അങ്ങനെ ഒരു ദൈവം ഉണ്ടെന്ന് നിങ്ങൾ കളിയാക്കുകയാണോ? ഇന്ന് രാത്രി അത് പുറത്തിറങ്ങി വരുന്ന രാത്രിയാ. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ആ ഭാഗം പറഞ്ഞ് അവിടെ ഒന്ന് വിടാൻ താല്പര്യപ്പെടുകയാ. അതേ അധ്യായം തന്നെ, അതേ പുസ്തകം 12-ാമത്തെ വാക്യത്തിലേക്ക് വരാം. ആമേൻ, സ്തോത്രം. 12-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ആമേൻ, 7-ാമത്തെ അത്ഭുതം, 12-ാമത്തെ വാക്യം, 7-ാമത്തെ അത്ഭുതം. ഏലിയാവ് അവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തു നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ഉടനെ ദൈവത്തിന്റെ തീ ആകാശത്തു നിന്ന് ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. ആമേൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആ ദൂത് മനസ്സിലായോ? ആമേൻ. അവിടെ പറയുന്നത്, ഏലിയാവ് അവരോട്, ഞാൻ ദൈവപുരുഷനാണെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളുകളെയും ദഹിപ്പിക്കട്ടെ എന്ന് അവൻ പറഞ്ഞു. ഉടനെ ദൈവത്തിൻ്റെ തീ ആകാശത്ത് നിന്ന് ഇറങ്ങി 50 പേരെ, അവരെയും അവൻ്റെ 50 ആളുകളെ എന്ത് ചെയ്തു? ആമേ, ദഹിപ്പിച്ച് കളഞ്ഞു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ദൈവമേ, ഈ 7-ാമത്തെ അത്ഭുതത്തിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത അഭിഷക്തനായിരിക്കുന്ന ഏലിയാവിനോട് ചോദിക്കാം, ഏലിയാവ്, എന്താ ഇതിൻ്റെ പിന്നിൽ മത്സരിക്കാൻ ഒരാൾ? ഞാനൊരു കാര്യം പറയട്ടെ. ആമേൻ, സ്തോത്രം. നമ്മൾ വണ്ടി ഓട്ടിച്ച് പോകുമ്പോൾ നമ്മുടെ ഫ്രണ്ടിൽ കയറിയിട്ട് പിന്നെ നിർത്തി, പിന്നെ നമ്മൾ അവരെ ഫ്രണ്ടിൽ കയറി അങ്ങ് പോകുക. അപ്പോൾ നമുക്ക് ചിന്തിക്കും, ചിലപ്പോൾ ഇവർ നമ്മളെ മത്സരിക്കുന്നതായിരിക്കും. സ്തോത്രം. അവരെ പിറകെ വച്ച് പിടിക്കരുത്. ആ പിറകെ വെച്ച് പിടിക്കുമ്പോൾ ഒരു കാര്യം ആലോചിക്കണം. ബൈബിൾ ഒരു വാക്യം കയറി വരും. ഏതെന്നറിയാമോ? മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു. സ്തോത്രം പറഞ്ഞേ. മത്സരികൾ വരണ്ട ദേശത്ത് പാർക്കുന്നു എന്ന് പറഞ്ഞാൽ അവർ മത്സരിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങി പുറപ്പെട്ടവരാ. നമുക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി മാത്രം നമ്മൾ യാത്ര ചെയ്യുന്നവരാ. സ്തോത്രം പറ. അവർ മത്സരിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയവരാ. അവർക്ക് അല്പായുസേ ഉള്ളൂ. പക്ഷേ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ വേണ്ടി യാത്ര ചെയ്യുന്നവരാ നമ്മളെല്ലാവരും. ഇന്ന് രാത്രി ബൈബിളിലെ വാക്യം മറന്നു പോകരുത്. അവർ മത്സരികളാ. അവർ പൊയ്ക്കോട്ടെ. പക്ഷെ ഒരു കാര്യമുണ്ട്, അവർ അതിൻ്റെ എൻഡ് കാണാൻ കഴിയാതെ പകുതി വഴിയിൽ വച്ച് പട്ടുപോകുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നു. കണ്ടില്ലേ? ഇന്ന് രാത്രിയിൽ ഇവിടെ പറയുന്നത് കണ്ടോ? ഏലിയാവ് അവനോട്, പ്രൈസ് ദി ലോർഡ്, ഞാൻ ആമേൻ ദൈവപുരുഷനാണെങ്കിൽ ഇന്ന് പറയാൻ പറ്റുമോ ഞാൻ ഒരു ദൈവ പൈതലായെന്ന്?
പറയാൻ പറ്റോ? ഞാൻ ഒരു ദൈവ പൈതലാ. ഇന്ന് രാവിലെ ഞാൻ പ്രാർത്ഥിച്ചതാ, ഇന്ന് രാവിലെ ദൈവത്തിന് വേണ്ടി പാടിയതാ, ഇന്ന് രാവിലെ എൻ്റെ വായിൽ നിന്ന് വന്ന അന്യഭാഷകൾ അനേകർക്കൊരു വിടുതലായി തീർന്നു. ഇന്ന് ഞാൻ പാടി ആരാധിച്ചപ്പോൾ എൻ്റെ ആരാധനയിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. എൻ്റെ വചന ധ്യാനത്തിൽ അനേക രോഗികൾ സൗഖ്യമായി, അനേക ഭൂതാത്മാക്കൾ വിട്ടുപോയി. ഇന്ന് രാത്രി പറയാമോ, ഞാനൊരു ദൈവ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ അഭിഷക്തയാ. ഞാൻ ദൈവത്തിന്റെ അഭിഷക്തനാ, ദൈവത്തിന്റെ പൈതലാ. എൻ്റെ മേലൊരു അഭിഷേകമുണ്ട്. എന്നെ അതിൽ ഓവർകം ചെയ്യാൻ രോഗമേ നിനക്ക് കഴിയത്തില്ല, രോഗമേ നിനക്ക് കഴിയത്തില്ല. ഓ പ്രസ്തുത എൻ്റെ മേൽ പകർന്ന അഭിഷേകം രോഗത്തെ ജയിക്കുന്നതാണ്, അടുത്ത ലോകത്തെ ജയിക്കുന്നതാണ്. 3 ഇന്ദ്രിയങ്ങളെ ജയിക്കുന്നവനാണ്. ഇന്ന് രാത്രി പഞ്ചേന്ദ്രിയങ്ങളുടെ മേൽ വിടുതൽ തരുന്നവനാണ് അഭിഷേക ശക്തി. ശുഡമാന റിഗമന വൈഡമന രഗൽഖനാദി. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ഇന്ന് രാത്രി നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്ക്. നാളെ രാവിലെ സ്തോത്രം, ഞാനൊരു അഭിഷക്തനാണോ, ഒരു അഭിഷക്തയാണോ? ആമേൻ, സ്തോത്രം. ഞാൻ ജനിച്ച അന്ന് മുതലേ നിൽക്കുന്ന ഈ തെങ്ങ്, എല്ലാവരും പറയുന്നു ഇത് മണ്ടരിയാണ്. ഞാൻ ജനിച്ച് വീണ സമയത്ത് നല്ല കായ്ഫലം ഉണ്ടായിരുന്നു, പിന്നെ മണ്ടരി രോഗം വന്നു. ഇതിനെ സ്തോത്രം, ഇതിനെ എന്ത് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. ഇതിനെ വെട്ടിക്കളയാൻ പലരും ആഗ്രഹിക്കുന്നു. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു തീരുമാനമെടുക്കുന്നു. എൻ്റെ മേൽ അഭിഷേകമുണ്ടോ ഇല്ലേ എന്ന് എനിക്കറിയണം. ഇന്ന് രാത്രി ഇതിനെ ഞാൻ ഒരു കപ്പ് വെള്ളം പ്രാർത്ഥിച്ചൊഴിക്കാൻ പോകുകയാ. അടുത്ത പ്രാവശ്യം അപ്പുറത്തയ്യത്തിലെ തേങ്ങ വെട്ടുമ്പോൾ ഇതിനകത്തും തേങ്ങ വെട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് അപ്പോഴാ ദൈവപ്രവൃത്തി വെളിപ്പെടുന്നു. കേട്ടോ, ഹല്ലേലൂയ. ടെസ്റ്റ് ചെയ്യാറുണ്ടോ അഭിഷേകം കർത്താവ് ഉണ്ടോ എന്ന്? ആരെങ്കിലും ടെസ്റ്റ് ചെയ്യാറുണ്ടോ? ഇന്ന് രാത്രി ടെസ്റ്റ് ചെയ്യണം കേട്ടോ. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ ദൈവത്തോട് കൂടെയാണോ? ദൈവം എൻ്റെ കൂടെ ഉണ്ടോ? ഞാൻ പറയുന്നത് കർത്താവ് ചെയ്യുന്നുണ്ടോ? എൻ്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് ദൈവം സ്തോത്രം അത് എടുത്ത് പിന്നത്തേതിൽ മറുപടി അയക്കുന്നുണ്ടോ? നമുക്കറിയണ്ടേ അത്. ഇവിടെ അതാ സംഭവിക്കുന്നത്. ആരോടാ വെല്ലുവിളിച്ചത്? അഭിഷക്തനോടോ? അഭിഷക്തനോട് വെല്ലുവിളിക്കാൻ മോബാബിയർ ആയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരു ഏലിയാവ് മാറിയാൽ അടുത്തൊരു എലിശ വരും. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രിയിൽ ഈ 7ാമത്തെ അത്ഭുതം പറയുമ്പോൾ ഇതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന രാത്രിയാണ്. ദൈവ പൈതലേ, എത്ര മോബാബിയ ശക്തി, വലിയ ശക്തിയായിട്ടോ, അത് വലിയൊരു പടജനമാ, ഒരു വലിയ പടക്കൂട്ടമാ, ലക്ഷങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു വലിയ പടജനമാ. ഏകദേശം 6 രാജാക്കന്മാരോട് ചേർന്നിരിക്കുന്ന അവർക്കൊരു ഒരു രാജപാരമ്പര്യ കെട്ടുണ്ടവർക്ക്. എല്ലാത്തിലും ഉണ്ടാവുമല്ലോ. അതുപോലെ അവരെയും ഭരിക്കുന്ന ഒരു സ്തോത്രം രാജാക്കന്മാരുണ്ട്. അതുകൊണ്ട് ആ മോബാബിയരെ തകർക്കാൻ അഭിഷക്തനെ കഴിയൂ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ദൈവാഭിഷേകം പ്രാപിച്ച ദൈവകുഞ്ഞെ, നിനക്കിന്ന് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയോ? ആരാധിക്കാൻ കഴിയുമോ? ചില മത്സരികൾ തകർക്കുവാൻ, ചിലരെയൊക്കെ ഇന്ന് രാത്രി സ്തോത്രം ഗുഡ് ബൈ പറയുവാൻ, ഈ രാത്രി ഏൽപ്പിച്ചു കൊടുക്കുവാൻ, സമർപ്പിച്ചു കൊടുക്കുവാൻ കഴിയുമെങ്കിൽ രോഗത്തിന്റെ മേൽ മാത്രമല്ല കേട്ടോ, ശാപത്തിന്റെ മേൽ മാത്രമല്ല കേട്ടോ, പ്രകൃതിയുടെ മേലും ഒരു പുൽക്കൊടിയുടെ മേലും സ്തോത്രം സകലത്തിന്റെ മേലും അധികാരമുള്ള ദൈവത്തിന്റെ അഭിഷേകം നിന്റെ മേൽ പകർന്നിരിക്കുമ്പോൾ ഇന്ന് രാത്രി നീ മൗനമായി അഴിച്ചു പോകാൻ വേണ്ടിയല്ല കർത്താവ് നമ്മെ കൊണ്ടിരുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ മഹത്വമേറിയ പ്രവൃത്തി ഇന്ന് രാത്രിയിൽ വെളിപ്പെടുത്തി ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്തേക്ക് ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഈ രാത്രി എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് കഴിഞ്ഞ ഒരു 4-5-6 വർഷം മുൻപ് ബഹ്റൈനിൽ നിന്നൊരു ദൈവത്തിന്റെ അഭിഷക്തനെ വിളിച്ചു പറയാ, ദൈവദാസനെ, എനിക്ക് ഞാൻ നിൽക്കുന്ന ഭാഗത്ത് കപ്പ എനിക്ക് വിളയിക്കണമെന്നുണ്ട്. പക്ഷെ എനിക്കൊരു ആഗ്രഹം, നാട്ടിൽ നിന്ന് കപ്പയുടെ വിത്ത് കൊണ്ടുവന്ന് ഇവിടെ ഒന്ന് നട്ടുപിടിപ്പിക്കണം. സ്തോത്രം. പലരും നട്ടിട്ടെല്ലാം കരിഞ്ഞു പോയി. പക്ഷെ എനിക്ക്
ഞാൻ നിൽക്കുന്ന ബിൽഡിങ്ങില് ഒരു കവറിനകത്ത് വച്ച് കപ്പ ഒന്ന് കിളിർപ്പിച്ച് അതിനെ ഭക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ അന്നൊറ്റ കാര്യം ഇതാ പറഞ്ഞേ. ഞാൻ പറഞ്ഞു, നിങ്ങൾ അഭിഷക്തനാ. സ്വതന്ത്രം പറ. അവരും ഇവരും നട്ടിട്ട് കരിഞ്ഞു പോയെങ്കിൽ അഭിഷക്തൻ നട്ടാൽ കരിയത്തില്ല. ഹല്ലേലൂയ. കേൾക്കണോ? ആമേൻ, സ്തോത്രം. അത് അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഉണ്ടെന്നാ. ആമേൻ. അന്ന് 2 ചാക്കിൽ മാത്രമേ വച്ചിട്ടുള്ളൂ. പക്ഷെ ഇന്ന് അതൊരു തോട്ടം തന്നെ അവരാക്കി. കാരണം 10 മലയാളി ഒരുമിച്ച് കൂടിയുള്ള സംഘം നിങ്ങൾ ആലോചിക്കേ. 10 അഭിഷക്തന്മാർ ഒരുമിച്ച് കൂടിയാൽ അവിടെ എന്ത് സംഭവിക്കും എന്നറിയാമോ? ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായത് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കരം കോർത്ത് പിടിച്ച് കർത്താവ് എന്താ പറഞ്ഞ? യേശു എന്താ പറഞ്ഞേ? 2 3 പേർ എൻ്റെ നാമത്തിൽ എവിടെ എന്ത് അപേക്ഷിച്ചാലും തരാന്ന്. സ്തോത്രം. എന്ത് പറഞ്ഞാലും എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞത് എൻ്റെ കർത്താവാ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ആ കർത്താവിൻ്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്തിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. ആമേൻ, സ്തോത്രം. നീ വെറുതെ ഇരിക്കുകയല്ല കേട്ടോ. പലതും കരിഞ്ഞു പോയതിനെ തളർപ്പിക്കാൻ ഇന്ന് രാത്രി കഴിയണം. ഹല്ലേലൂയ. തീർന്നു പോയതിനെ നിന്റെ കയ്യിൽ കൂടെ അതിനെ വിളവാക്കി അതിനെ വിളവെടുത്ത് അനേകർക്ക് അതിനെ കൊടുക്കാൻ നിന്റെ കരത്തെ ദൈവം ബലപ്പെടുത്തും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതാണ് അഭിഷക്തന്റെ അല്ലെങ്കിൽ അഭിഷക്തയുടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധം. എന്തുകൊണ്ട് കുഴിച്ചു വെച്ചാലും അത് മുളയ്ക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇനി ഇവിടെ മുളയ്ക്കില്ല എന്ന് പറഞ്ഞാലും മുളയ്ക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവകൃപ എന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി. ആമേൻ, സ്തോത്രം. അടുത്ത ഭാഗത്തിലേക്ക് നമ്മൾ വരുന്നു. അതേ അധ്യായം തന്നെ കേട്ടോ, മാറിപ്പോകുന്നില്ല. അതേ അധ്യായം തന്നെ. ആമേൻ. 1-ാമത്തെ അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വായിച്ചു. 1:7 വായിച്ചേ. അവൻ അവരോട്, നിങ്ങൾ എതിരേറ്റ് വന്ന ഈ വാക്ക് നിങ്ങളോട് പറഞ്ഞ ആളുടെ വേഷം എന്താ എന്ന് ചോദിച്ചു. കണ്ടോ? വേഷം ചോദിക്കാറായി. വേറെ ഒരു അധ്യായത്തിലും ഇല്ലാത്ത ഒരു ദൂത് ഇതിനകത്ത് കൊണ്ടുവന്നിരിക്കുക. നിങ്ങളോട് പറഞ്ഞ നിങ്ങളെ എതിരേറ്റ ആളിന്റെ വേഷം പറ. സ്തോത്രം. ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വിസിറ്റിങ്ങിന് വന്നു. ഇന്ന ആളുണ്ടോ എന്ന് ചോദിച്ചു വന്നു. ആദ്യം നിങ്ങൾ കവല വരുമ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെ, അത് എങ്ങനെ വന്നത്? ഏത് വണ്ടിയിലാ വന്നത്? രജിസ്ട്രേഷൻ ഏതാ? ഇട്ടിരുന്ന കുപ്പായ ഏതാ? ചെരുപ്പ് ഏതാ? തൊപ്പി വല്ലതും തലയിലുണ്ടായിരുന്നോ? സ്തോത്രം. എന്നാൽ എവന്റെ പറയത്തക്ക സംഭവങ്ങളൊന്നുമില്ലായിരുന്നു. ലളിതമായ വസ്ത്രധാരണയാണ്. പ്രൈസ് ദി ലോർഡ്. പറയാനോ പുകഴുവാനോ മറ്റൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഈ ചോദിച്ച വ്യക്തിക്ക് മനസ്സിലായി, ഇത് വന്നത് വേറെ ആരുമല്ല, കഴിവുള്ളവനാ. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം ചില ദൂതുകൾ പറയുമ്പോൾ ദൈവവൈതലെ ശ്രദ്ധിക്കൂ. ഇത് പുറത്തൊന്നും അല്ല, നമ്മുടെ കുടുംബത്തിനകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യം ആ ദൂത് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത് നോക്കിക്കേ, അവന്റെ വസ്ത്രത്തിന്റെ ഗുണമാണ് ഇവിടെ പറയാൻ പോകുന്നത്. വായിച്ച 8-ാമത്തെ വാക്യം. അവൻ രോമവസ്ത്രം ധരിച്ച് അരയ്ക്ക് തോൾവാറ് കെട്ടിയ ആളായിരുന്നു എന്ന് അവർ അവനോട് പറഞ്ഞു. അവൻ തിശ്ബ്യനായ ഏലിയാവ് തന്നെ എന്ന് അവൻ പറഞ്ഞു. ആമേൻ. അവന്റെ വസ്ത്രം കണ്ടോ? വലിയ പറയാനൊന്നുമില്ല. പക്ഷേ അവൻ, പ്രൈസ് ദി ലോർഡ്, ഒരു രോമവസ്ത്രം ധരിച്ചു. അരയ്ക്ക് എന്തുണ്ടായിരുന്നു? ഒരു തോൽവാറുണ്ടായിരുന്നു. ഈ തോലിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോ, പഴയ നിയമത്തിലെ ഈ തോല് മാത്രമല്ല, ഇതേ തോലടിഞ്ഞ വേറൊരു മനുഷ്യനുണ്ട് പുതിയ നിയമത്തിൽ. അവന്റെ പേരാണ് യോഹന്നാൻ സ്നാപകൻ എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. അവനും തോൽവാർ അണിഞ്ഞവനാ. കാട്ടുതേരും വെട്ടിക്കിളിയും അവന്റെ ആഹാരം. അതവിടെ നിൽക്കട്ടെ. ഈ തോലിനെ കുറിച്ച് ഞാൻ ആരാഞ്ഞപ്പോ, ഒരു മൃഗം എന്തായാലും യാഗം, ഉറപ്പായിട്ടും യാഗം അവിടെ സംഭവിക്കും. യാഗം കഴിയാതെ
തോലെടുക്കാൻ കഴിയില്ല. ഈ തോല് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു വന്നപ്പോഴും പ്രാർത്ഥിച്ചപ്പോഴും ധ്യാനിച്ചപ്പോഴും എനിക്ക് കിട്ടിയ ഒരു വെളിപ്പാട്, പഴയ നിയമത്തിനകത്ത് തന്നെ ഉൽപ്പത്തി പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ വായിക്കണ്ട, പുസ്തകത്തിനകത്ത് ദൈവത്താൽ നിർമ്മിക്കപ്പെട്ട ആദമും ഹവ്വയും രണ്ടുപേരെയും ദൈവം തേജസ് കൊണ്ട് അണിയിച്ചു. പക്ഷേ അരുതാത്തത് അവർ ചെയ്തപ്പോൾ ദൈവ തേജസ് അവരിൽ നിന്ന് മാറി രണ്ടുപേരും നഗ്നരായി തീർന്നു. സ്തോത്രം. ഈ നഗ്നത വന്നപ്പോൾ ഇവരുടെ ബുദ്ധി കൊണ്ട് അവരെന്ത് ചെയ്തു? അത്തിയില കൊണ്ട് ഇവർ വസ്ത്രം എടുത്ത് ഉടുത്തു. വെയിലടിച്ചപ്പോൾ ഇതെന്ത് ചെയ്തു? ഉണങ്ങിപ്പോയി. പിന്നെ ഈ പഴയതുപോലെ അവർ നഗ്നമായി തീർന്നു. കർത്താവ് വെയിലാറിയ സമയത്ത് എന്ന് പറഞ്ഞാൽ 4 മണിയൊക്കെ ആയപ്പോൾ ചായ കുടി സമയമുണ്ടല്ലോ, അത് ഇന്നും 4 മണിക്ക് ചായ കുടിക്കുന്നവരുണ്ട്. സ്വോത്രം. ഇല്ലെങ്കിൽ അവർ തലവേദന ഉണ്ടാവും. ഇതെവിടെ നിന്ന് പോയി? ഇത് വേദം തൊട്ട് നിന്ന് പോയതാ. സ്വോത്രം. 4 മണിയാകുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ ഒരു പോക്കുണ്ട്. എവിടെയൊക്കെ പോകും നമുക്കിനി അറിയത്തില്ല. അത് 4 മണിക്കുള്ള ഒരു കട്ടൻ കാപ്പി കുടിച്ചേ പറ്റൂ. സ്വോത്രം. അത് ചായ മാത്രം പോരാ, ഇത്തിരി കടുപ്പത്തിൽ വേണം, ഇത്തിരി സ്ട്രോങ് ആയിരിക്കണം. പിന്നെ അതിൻ്റെ കൂടെ ഒരു കടിയും കൂടെ വേണം. ഇതെല്ലാം കൂടെ കൊണ്ട് യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ രണ്ടുപേരെയും വിളിച്ചു പറയാ, ഞങ്ങൾ ഇവിടെ ഉണ്ട്. എവിടെ? ഞങ്ങൾ ഒളിച്ചിരിക്കുക. അവിടെ ഈ ഭാഗം എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ദൈവാത്മാ അവിടെ നിന്ന് സംസാരിച്ചു. ഇങ്ങനെ അവിടെ പറഞ്ഞത്, ദൈവം എന്ത് ചെയ്തു? ഒരു തോല് കൊണ്ട് അവർക്ക് ഉടുപ്പുണ്ടാക്കി ഇട്ടും കൊടുത്തു, പിന്നെ ഉടുപ്പിച്ചും കൊടുത്തു. സ്വോത്രം പറ. അപ്പൊ അവിടെ ഒരു മരണം സംഭവിച്ചില്ലേ? ഒരു യാഗം അവിടെ നടന്നു. ഇന്ന് രാത്രി അതാണ് വേദപുസ്തകത്തിനകത്ത് ഉടനീളം ഏകദേശം 1500 സംതിങ് വാക്യങ്ങൾ വിളിച്ചു പറയുന്നത്. അരയ്ക്ക് സത്യവും നീതി എന്ന കവചവും കാലിന് ചെരുപ്പും അരയും കെട്ടി ശുശ്രൂഷയ്ക്കായി നീ ഇറങ്ങ് എന്ന വേദപുസ്തകത്തിൽ 69 പുസ്തകത്തിനകത്ത് 66 പുസ്തകത്തിനകത്ത് 39 27 പുസ്തകങ്ങൾക്കകത്ത് പലപ്പോഴും പല സാഹചര്യത്തിനകത്തും സ്തോത്രം ജനത്തോട് ദൈവം പറഞ്ഞ ദൂതാണ്, നീ എന്ത് ചെയ്യണം? സ്തോത്രം. നീ ആരെ ഒന്ന് കെട്ടണം. ഹല്ലേലൂയ. നിന്റെ ശരീരത്തെ ഒന്ന് ബലപ്പെടുത്തണം. അത് തോല് കൊണ്ട് മാത്രമേ പറ്റൂ. ഇവിടെ ഇൻഷർട്ട് ചെയ്യുന്ന സഹോദരന്മാർ ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ റിജു ആണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. റിജു. നമ്മുടെ ജോബിയും കാണുമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ജോബി ഇൻഷർട്ട് ചെയ്യാറുണ്ടോ? ഇല്ല. ഇൻഷർട്ട് സെബിനൊക്കെ ഉണ്ട്. ഇൻഷർട്ട് ചെയ്യുന്നവരുടെ ഒരു കാര്യം ഞാൻ പറയാം. നമ്മൾ തോലിലുള്ള ബെൽറ്റേ വാങ്ങും. ഇത്തിരി വില കൂടുതലാണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. 2 നല്ല കോലാപ്പൂരി ചെപ്പൽ എന്ന് പറയുന്ന തോലിലെ ചപ്പൽ വാങ്ങും. കുറച്ച് വില കൂടുതലാണ്. മറ്റത് 20 വാങ്ങുന്നത് 1 വാങ്ങാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ നിൽക്കും. ചവിട്ടിയാലും അവിടെ നിൽക്കും. സ്തോത്രം. തീർന്നില്ല. നല്ല തോല് കൊണ്ടുണ്ടാക്കിയ ബാഗ് വാങ്ങും. ഒരു 10-20 ബാഗ് വാങ്ങുന്നതിൻ്റെ വില 1 കുഴപ്പമില്ല. അതിനെ പെട്ടെന്ന് ആർക്കും നശിപ്പിക്കാനോ കത്തി കൊണ്ട് കീറാനോ അതിനെ സ്തോത്രം പരാക്രമം നടത്താനോ കഴിയില്ല. കാരണം തോല. സ്തോത്രം. സ്തോത്രം. തോലിലെ ലെതറുള്ള വാച്ച് കെട്ടുന്നവരുണ്ട്. എന്തെന്നറിയാമോ? എത്ര വെള്ളം വന്നാലും, എത്ര ഇത് നനഞ്ഞാലും, എത്ര പ്രയാസം വന്നാലും ഇതിനെ ആർക്കും നശിപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല. ഇതാണ് തോല്. ഇത് എവിടെ അറുക്കപ്പെട്ടു? ഇത് ആദിമ നൂറ്റാണ്ടിൽ ഏദൻ തോട്ടത്തിൽ ഒന്ന് അറുക്കപ്പെട്ടു. അതിൻ്റെ തോലാണ് ഇന്ന് രാത്രി ഏലിയാവിൻ്റെ ശരീരത്തിൽ കിടക്കുന്ന തോൽവാറെന്ന ഈ വസ്ത്രത്തെ കുറിച്ചൊന്ന് പഠിച്ചു നോക്ക്. ശരീരത്തിനകത്ത് പെയ്തിറങ്ങുന്ന ഒരു ആത്മീക മഴ ഇന്ന് രാത്രി ഏതൊക്കെയോ ശരീരങ്ങളിലേക്ക് പാഞ്ഞിറങ്ങുന്നുണ്ട്. തോൽവാർ കേട്ടപ്പോ പറയുന്നത് മറ്റാരുമല്ല, ഇത് ഏലിയാവ് തന്നെ എന്നവൻ പറയുക. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിന്റെ മുമ്പിലെ
ആമേൻ, അകപ്പെട്ട ഒരെണ്ണം പോലും രക്ഷപ്പെട്ടു പോയിട്ടില്ല. ആമേൻ. ഇന്ന് രാത്രി അഭിഷക്തന്മാരെ ഈ പ്രൈസ് ലോർഡ് ഏഴാമത്തെ അത്ഭുതത്തിലേക്ക് നമ്മൾ കയറി നിൽക്കുകയാ. ഈ ഏഴാമത്തെ അത്ഭുതത്തിലേക്ക് കയറി നിൽക്കുമ്പോൾ ഇന്ന് രാത്രി ഒരു പറയാം, നീ ഇട്ടിരിക്കുന്ന, നിന്നിൽ പൊതിഞ്ഞിരിക്കുന്ന, നിന്റെ അരകെട്ടിയിരിക്കുന്നത് തോല് കൊണ്ടുള്ള വസ്ത്രമാണോ? നീ ധരിച്ചത് തോലാണോ? നിന്റെ ശരീരത്തിൽ കിടക്കുന്നത് തോലണിഞ്ഞതാണോ? അത് വേറെ ആരുമല്ല കേട്ടോ, അത് പരിശുദ്ധാത്മാവിന്റെ വസ്ത്രമാ. ഏദൻ തോട്ടത്തിൽ വച്ച് ഉടുപ്പിച്ച വസ്ത്രമാ. ഇന്ന് രാത്രി നിന്റെ മേലുള്ള അഭിഷേകത്തിന്റെ വസ്ത്രത്തിനകത്ത് ആർക്കും ഒരു പരാക്രമം ചെയ്യാൻ കഴിയത്തില്ല. എത്ര പ്രശ്നങ്ങൾ ഏറി വന്നാലും ഇത് ചീന്തി പോകത്തില്ല. കാരണം ഇതിന് പവറുണ്ട്. ശുഡമാന രീഖമാന വൈഡമാന പ്രൈസ് ദി ലോർഡ്. സംശയമുണ്ട് ഇതിൽ കടയിൽ പോയി ഒരു തോലിന്റെ സ്തോത്രം ഒരു ബെൽറ്റ് നിങ്ങൾ ചോദിച്ചു നോക്ക്, അതെ 10 രൂപയ്ക്ക് പുറത്തു പോകും. ആമേൻ. അതിന് വിലയുണ്ട്, അതിന് അതിൻ്റെതായ മഹത്വമുണ്ട്. ഇന്ന് രാത്രിയിലും ദൈവം പറയുന്നു, തോലണിഞ്ഞവനാണോ വന്ന് നിൽക്കുന്നത്? അവൻ ഇന്ന് രാത്രി പലതും ചെയ്യുവാനുണ്ട്. അവൻ പറഞ്ഞാൽ ആകാശത്ത് മാത്രമല്ല പലയിടത്തുനിന്നും പല അത്ഭുതങ്ങളും സംഭവിക്കും. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാ വിളിച്ചു പറയുന്നു, നീ പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കുമ്പോൾ, ആരാധിക്കാൻ മുട്ടുമടക്കുമ്പോൾ, സ്തോത്രം ചെയ്യുമ്പോൾ, അവൻ അന്യഭാഷ അടയാളത്തോടുകൂടി നീ വീട്ടിനകത്തിരുന്ന് കരമടിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവനാമത്തെ ഉയർത്തുമ്പോൾ, ദൈവ പ്രവർത്തിക്കായി നീ കാമേൽ സ്തോത്രം നിന്റെ അതരങ്ങൾ തുറക്കുമ്പോൾ, ദൈവത്തിന് ദർശനത്തിനായി നിന്റെ കണ്ണുകളെ തുറക്കുമ്പോൾ, നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിന്റെ കൈകളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിന്റെ കാലുകളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നിന്റെ പഞ്ചേന്ദ്രിയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, ദൈവത്തിന്റെ പ്രവർത്തിക്കായി നിന്റെ കണ്ണുകളെ ഏൽപ്പിക്കുമ്പോൾ, നിന്റെ നാവിനെ ഏൽപ്പിക്കുമ്പോൾ, നിന്റെ ബുദ്ധിയെ ഏൽപ്പിക്കുമ്പോൾ, നിന്റെ ശരീരത്തെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, അതിനകത്തൊരു കാര്യം വ്യക്തമാകുന്നു, അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ. ദൈവവൈതലേ, ദൈവത്തിന് നിന്നെക്കുറിച്ച് വലിയ അത്ഭുതങ്ങൾ ചെയ്യുവാനുണ്ട്. പക്ഷെ പലപ്പോഴും നമ്മൾ മാറിയിരുന്ന് പോകുന്നു അല്ലേ? ഇതാണോ ദൈവപ്രവൃത്തി എന്ന് ചിന്തിച്ച്. പക്ഷെ ദൈവം പറയുന്നു, നോയിക്കേ, ആ 8-ാമത്തെ വാക്യം വായിച്ചില്ലേ? 9-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. പിന്നെ രാജാവ് 50 പേർക്ക് അധിപതിയായ ഒരുവനെയും അവന്റെ 50 ആളെയും അവന്റെ അടുക്കൽ അയച്ചു. അവൻ അവന്റെ അടുക്കൽ ചെന്നു. അവൻ ഒരു മലമുകളിൽ ഇരിക്കുകയായിരുന്നു. അവൻ അവനോട്, ദൈവപുരുഷ, ഇറങ്ങി വരുവാൻ രാജാവ് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ? നീ ഇറങ്ങി താഴോട്ട് പോരെ, നിന്നെ രാജാവ് വിളിക്കുന്നുണ്ട്. അഭിഷേകമുള്ളവനെ എപ്പോഴും ലക്ഷ്യം വയ്ക്കുന്ന ചില പൈശാചിക മണ്ഡലങ്ങളുണ്ട്. അഭിഷേകമുള്ള നിന്റെ പ്രാർത്ഥന ദേശത്തു നിന്നെടുത്ത് മാറ്റിക്കളയാൻ, നിന്റെ ശരീരത്തിൽ രോഗം കൊണ്ട് ഇടാൻ വേണ്ടിയുള്ള പദ്ധതിയാണെങ്കിലും ഇന്ന് രാത്രി പറ, കർത്താവേ, എൻ്റെ അരകെട്ടി ബലപ്പിച്ചിരിക്കുന്ന, തോൽവാറിട്ടിരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇന്ന് രാത്രി ഒരു ശക്തിക്കും എൻ്റെ പ്രാർത്ഥനയെ തടയാൻ കഴിയത്തില്ല, എൻ്റെ ആരാധനയെ തടയാൻ കഴിയത്തില്ല, എൻ്റെ ഉപവാസത്തെ തടയാൻ കഴിയത്തില്ല, എൻ്റെ പ്രാർത്ഥനയുടെ ആഴത്തെ തടയാൻ കഴിയത്തില്ല. ഓ പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ശ്രദ്ധിക്കൂ. ഇന്നലകളിൽ ആമേൻ സ്തോത്രം, കഴിഞ്ഞ ദിവസങ്ങളിൽ ആമേൻ 1 മണിക്കൂർ പ്രാർത്ഥിച്ചെങ്കിൽ പിന്നത്തെ 1 മണിക്കൂർ ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ചിന്തിക്കൂ, എന്തൊക്കെയോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. മത്സരിയായ മോവാബ് പടക്കൂട്ടം ദേശത്ത് കടന്നു കയറിയിട്ടുണ്ട്. അതാണ് ഇന്ന് രാത്രി ദൈവം പറയുന്നത്. ആമേൻ, മോവാബിയ പടക്കൂട്ടത്തിന് നേരെ ദൈവപ്രവൃത്തി ഇന്ന് രാത്രി. ചില മത്സരികളുടെ നേരെ ദൈവമഹത്വം ഇന്ന് രാത്രി പാഞ്ഞു പോകുന്ന രാത്രി എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും? ഈ രാത്രി ഏൽപ്പിച്ചു കൊടുത്തേ സ്തോത്രം. ആമേൻ. ഏലിയാവ് നേരെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, ഏലിയാവ് അവിടെ എണീറ്റു. വായിച്ചേ 10-ാമത്തെ വാക്യം. ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്ത് നിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ 50 ആളെയും ദഹിപ്പിച്ചു കളഞ്ഞു. നോക്കിക്കേ, ആദ്യം വന്ന 51 പേരെയും കൊന്നു. പിന്നെ ഒരു പരീക്ഷണം നിൽക്കുന്നോ? പിന്നെ ഒരു പരീക്ഷണം. ആദ്യത്തെ 51 പേരെയും കൊന്നു. 2ാമത് പരീക്ഷണമാണ് നമ്മൾ ആദ്യം വായിച്ചത്. ഇന്ന് രാത്രി ചിന്തിക്കണം, നിന്റെ ജീവിതത്തിൽ അഭിഷേകം പ്രാപിച്ച, ദൈവകൃപയിൽ നിൽക്കുന്ന, ഉപവാസത്തിൽ നിൽക്കുന്ന ഒരു ദൈവപൈതലിന്റെ നേരെ വരുന്ന ഒരു പരീക്ഷണമല്ല.
ആമേൻ. ഇത് 51 പേര് ഒരുമിച്ച് വന്നു. നമ്മളടുത്ത് വരുന്നത് ഓരോ പരീക്ഷയേറ്റ സ്തോത്രം. അവൻ 51 ഒരുമിച്ച് ഒരേ സമയത്ത് തീ ഇറക്കി നശിപ്പിച്ചു. പക്ഷേ നമ്മുടെ നേരെ വരുന്ന ആമേൻ, ഓരോന്നും കച്ചകെട്ടി മുറുക്കിയിരിക്കുക. നിന്റെ പ്രാർത്ഥന കൊണ്ട് എനിക്കിപ്പോൾ ഇരിക്കാൻ വയ്യ, എനിക്കിപ്പോൾ നടക്കാൻ വയ്യ. ആമേൻ, നടക്കാൻ വയ്യതാകും. കാരണം എന്നറിയാമോ? ഇത്രയും ദണ്ഡിപ്പിച്ചില്ലേ, ഇത്രയും കയറി പിടിച്ചില്ലേ. അതുകൊണ്ട് തമ്പുരാൻ ഇന്ന് രാത്രി പറയുന്നു, നിന്റെ പ്രാർത്ഥനയിൽ നീ കുറയ്ക്കരുത്, മുഴങ്കാൽ മടക്ക്. ദൈവം ദേശത്തിലൊരു പ്രവൃത്തി വെളിപ്പെടുത്താൻ പോകുകയാ. ഹല്ലേലൂയ. 8ാമത്തെ അത്ഭുതം കൂടെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകുകയാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ, സ്തോത്രം. 2 രാജാക്കന്മാരുടെ പുസ്തകം 2ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, 2 രാജാക്കന്മാർ 2ാമത്തെ അധ്യായത്തിന്റെ 8ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഒരു വാക്കിങ്ങനെ കയറി വരുന്നു. അവിടെ യോർദാനെ വിഭജിച്ച് പുറത്തേക്ക് വരുന്ന ഒരു ശുശ്രൂഷ അവിടെ വെളിപ്പെടുകയാണ്. ഒന്ന് വായിച്ചാട്ടെ. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു, അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. അക്കരെ പോയി. ഇത് പോകും മുമ്പേ ഇവർ തമ്മിൽ തർക്കം ഉണ്ടായി. സ്തോത്രം. കുറെ നാളുകൊണ്ട് ഏലിയാവിന്റെ പിറകെ നടക്കുക എലിശ. കുറെ വർഷങ്ങളായി നടന്നിട്ട് കർമ്മേലിന്റെ കൊടുമുടിയിൽ വെച്ചും അല്ലെങ്കിൽ പല ഭാഗത്ത് വെച്ചും ഇവർ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇവൻ ചെയ്യുന്ന അത്ഭുതമെല്ലാം കണ്ടപ്പോൾ ഇവരൊരു ആഗ്രഹം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. എനിക്കും ചില ആഗ്രഹങ്ങളുണ്ടായിരുന്നു പണ്ട്, ഇപ്പോഴും ഉണ്ട്. സ്തോത്രം. അപ്പോൾ പിന്നെ ആരെയും കൂടെ പോകുന്നില്ലെന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഞാനും പറയും, കർത്താവേ സ്തോത്രം, എനിക്കും ഇന്ന അത്ഭുതങ്ങൾ ചെയ്യണം എന്ന് ഞാനും ദൈവത്തോട് പറയാറുണ്ടായിരുന്നു. സ്തോത്രം. ആമേൻ. കർത്താവ് അതെല്ലാം ചെയ്യിച്ചിട്ടുണ്ട്, ഇപ്പോൾ ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ ഹൃദയത്തിൽ ഈ ആഗ്രഹങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഇവരങ്ങോട്ട് പോയപ്പോൾ ഇവരുടെ മുമ്പിൽ നിൽക്കുന്നത് ബേഥേൽ പാർക്കാൻ വേണ്ടി പറഞ്ഞു. ബേഥേലിൽ നീ പാർക്ക്, നീ എൻ്റെ കൂടെ മറുകര വരണ്ട, വന്നാൽ നീ തിരിച്ചു വരത്തില്ല. കാരണം 51 പേര് അവിടെ നിൽക്കുക. പിന്നെയും ഒരു 51 ഇപ്പുണ്ട് അവിടെ. സ്തോത്രം. ഈ 251 ഏലിയാവ് നശിപ്പിച്ചു. ഇനി ഒരു 51 അവിടെ കടയിൽ നിൽക്കുക. എലിശയോട് പറഞ്ഞു, പോകരുത്, നീ പോകരുത്. ഏലിയാവ് അടക്കം പറഞ്ഞു, നീ എൻ്റെ കൂടെ വരരുത് എന്ന് പറഞ്ഞ് വിലക്കി നിർത്തിയിരിക്കുക. ഇന്ന് പലരും അങ്ങനെയാ. നീ മെസ്സേജ് പറയരുത്, നീ പ്രാർത്ഥിക്കരുത്, നീ പാടരുത്. ആമേൻ, സ്തോത്രം. നീ ഒന്നും ചെയ്യരുത്, നീ ഇങ്ങനെ അങ്ങ് നോക്കൂത്തി പോലെ ഇരുന്നാ മതി. അങ്ങനെ ഇരിക്കാനല്ല നമ്മെ ദൈവം അഭിഷേകം ചെയ്തേ. പ്രൈസ് ദി ലോർഡ്. ഓരോ ദിവസം കഴിയുമ്പോഴും ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടണം. എലിശയ്ക്ക് മനസ്സിലായി, ഞാനിവിടെ ഇരുന്നാൽ ആമേൻ ഈ ശുശ്രൂഷ ഇനി ആരും മുന്നോട്ട് കൊണ്ടുപോകും. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ദൈവാത്മ പറയുക, ചുമ്മാ ഇരിക്കുമ്പോ മുമ്പ് ഏറ്റവും കുറച്ച് സമയം ചെലവഴിക്കുന്നത് എവിടെയെന്നറിയാമോ? ശാരീരിക ആവശ്യങ്ങൾക്ക് ഏറ്റവും കുറച്ച് സമയം ഉപയോഗിക്കുന്ന എവിടെയെന്നറിയാമോ? എവിടെ? പണ്ട് ഒരു 25-30 വർഷം ബാക്കിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയില്ല, ഞാൻ പറയാം. ബാത്റൂമിനകത്ത് അന്ന് ഈ വലിയ പൊക്കമുള്ള ക്ലോസറ്റ് ഒന്നുമില്ലല്ലോ, സാധാ ക്ലോസറ്റല്ലേ ഉള്ളൂ. പോയി മുഴങ്കാലിൽ ഇങ്ങനെ കുത്തിയിരിക്കണം. കാലിന് കുറച്ച് വേദന ആകുമ്പോൾ ചാടി കഴിച്ച് ഒറ്റ ഓട്ടോ, പോയാലും പോയില്ലെങ്കിൽ. ഇപ്പോഴോ, ഇപ്പം അകത്ത് കയറുമ്പോൾ മറ്റേ സാധനം കൂടെ എടുത്ത് ഇതിനകത്ത് കയറ്റിനകത്ത് കയറും. നേരെ അകത്ത് കയറി ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് മുകളിൽ നിന്ന് താഴോട്ടും ഡൗൺലോഡ് ചെയ്യും, താഴെ നിന്ന് മുകളിലോട്ടും ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുക. ഇപ്പോൾ അച്ഛാ എത്ര മണിക്കൂറായത് കയറ്റി, എന്താ ഇറങ്ങാത്തേ? 1.5 മണിക്കൂറായില്ലേ? ഇന്ന് 5-6 പ്രാവശ്യം ബാത്റൂമിനകത്ത്. ക്ലോസറ്റിന്റെ സൗകര്യം കൂടി കഴിഞ്ഞു. 5000 മുതൽ 1,00,000 രൂപ വിലയുള്ള ക്ലോസറ്റ് എളുപ്പമായി കഴിഞ്ഞു. അന്ന് തറയിൽ ഒരു കുഴിയും കുഴിച്ച് കുത്തിയിരിക്കുന്ന സമയമുണ്ടോ പണ്ട്? ഇന്ന് അങ്ങനെയാണോ? സൗകര്യങ്ങൾ കൂടി. അതുകൊണ്ട് ഡൗൺലോഡെല്ലാം ബാത്റൂമിൽ ഇരുന്ന കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചാൽ മതി.
സമയം എത്രത്തോളം എവിടെയെല്ലാം സ്പെൻഡ് ചെയ്യുന്നെന്ന് കണക്ക് പറയേണ്ട ഒരു സമയമുണ്ട്. അഭിഷേകം പ്രാപിച്ചു, ദൈവകൃപയെ പ്രാപിച്ചു, കോഴിയെ മുക്കും പോലെ സ്നാനപ്പെട്ടു, വല്ലതുകൊണ്ടോ? ഒന്നുമില്ല. പോരാ, ദൈവവും നിങ്ങളുമായിട്ടൊരു ബന്ധം വേണമെന്നേ. പണ്ടൊക്കെ ഇലക്കറി കൂടുതലുണ്ടത്. ഇലക്കറി ഇഷ്ടംപോലെ ഇലക്കറി ഉണ്ടായിരുന്നു കഴിക്കാൻ. ഇന്ന് ഇലക്കറി ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ജോലിയും കുറവുണ്ട്. അന്ന് ഇന്നോ ജോലി കൂടുതലാ. സ്തോത്രം. ഇന്ന് രാത്രി ആമേ സ്തോത്രം. ഇതൊന്നും കെട്ടുകഥയോ കിഴവിക്കഥയോ അല്ല. ഇത് ഞാൻ പറഞ്ഞില്ലെങ്കിൽ ആര് പറയും? എന്നെ ആരും ട്രാൻസ്ഫർ അടിക്കത്തില്ല. ഇത് കേട്ടുകൊണ്ട് ദൈവ പൈതലേ, നീ നിന്നെ തന്നെ ഒന്ന് വിധേയപ്പെടുത്തി നോക്ക്. ഈ കാലഘട്ടം ദുഷ്കരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാലം അതിന്റെ അന്ത്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവസ്ഥലിൽ കഴിക്കേണ്ട 1.5 മണിക്കൂർ ബാത്റൂമിൽ പോയി ഇരിക്കേണ്ടതല്ല. സ്തോത്രം, സ്തോത്രം. അന്ന് 1 പ്രാവശ്യം പോകുന്നത് ഇന്ന് 5 പ്രാവശ്യം. കാരണം ഡൗൺലോഡ് എല്ലാം നടക്കുന്നത് ബാത്റൂമിൽ ഇരുന്ന. രണ്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ ദൂത്, നീ ഇവിടെ പാർക്ക്, ഇവിടെ ഇരിക്കെ, നീ ഇവിടെ ഇരുന്നാ മതി, ആമേ അങ്ങോട്ട് പോണ്ട. ഇന്ന് രാത്രി തമ്പുരാൻ വിളിച്ചു പറയുന്നു, ഇല്ല ഏലിയാവേ, ഞാൻ നിന്റെ കൂടെ വരാൻ പോകുകയാ. ഞാൻ നിന്റെ കൂടെ തന്നെ വരും. പ്രൈസ് ദി ലോർഡ്. എന്നെ ആരും വിലക്കണ്ട, നിന്റെ കൂടെ ഞാൻ വരും. ആമ യോർദാൻ കടന്നാലും, യോർദാനിൽ നീന്തി കടന്നു പോയാലും നിന്റെ കൂടെ ഞാൻ വരും എന്ന് പറഞ്ഞ് അപ്പുറത്തോട്ട് പോയി യോർദാനെ യോർദാൻ അടിക്കുന്നത് ആരെ പുതപ്പ? ഏലിയാവിന്റെ പുതപ്പെടുത്ത് യോർദാനെ അടിച്ചിട്ട് മുൻപിലോട്ട് പോകുമ്പോൾ അവൻ ചോദിച്ചൊരു കാര്യം ഇതാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ എന്തായാലും എടുക്കപ്പെടും, എന്തായാലും ഞാൻ എടുക്കപ്പെടും. ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം ചോദിച്ചോ? പറയാ, എനിക്ക് നിന്റെ ഇരട്ടി പങ്ക് വേണം. നല്ല ചോദ്യം. ആമേൻ. ഇന്ന് രാത്രി ഇതിനകത്തിരുന്ന് നമുക്ക് പലതും പ്രാപിക്കാം, പലതും നേടാൻ പറ്റും കേട്ടോ. പക്ഷെ ദൈവകൃപ നേടിയെടുത്തോളണം. ജോലി നേടാം, കാര്യങ്ങളൊക്കെ നമുക്ക് വാങ്ങാം, എന്തും ചെയ്യാം. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മൾ പ്രാപിച്ചെടുക്കണം. എങ്ങനെ പാസ്റ്റർ? ഹല്ലേലൂയ, എനിക്കൊരു ആത്മാവിന്റെ കൃപയുണ്ട്, എനിക്കത് പ്രാപിക്കാൻ പറയാൻ പറ്റുന്നില്ല എന്ന് രാത്രി ഇതിനകത്ത് അനേകർ ഇരിപ്പുണ്ട്. ആത്മാവിൽ സ്തോത്രം ചെയ്ത് പറയാം. ഇന്നേക്ക് 25 വർഷം ബാക്ക്ഗ്രൗണ്ട് ചിന്തിക്കുമ്പോൾ ഞങ്ങളൊക്കെ അഭിഷേകം പ്രാപിച്ച സമയത്ത് ആലയത്തിൽ ഒരുക്ക പ്രാർത്ഥന ഉണ്ടായിരുന്നു. ശനിയാഴ്ച രാത്രികളിൽ അഭിഷേകം പ്രാപിക്കാത്തവർക്ക് വേണ്ടി പ്രത്യേകിച്ച് മണിക്കൂറോളം രാത്രി യാമങ്ങളിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. മുട്ടുമടക്കുമായിരുന്നു, ദൈവ കരയുമായിരുന്നു. എന്നാൽ ആ പ്രാർത്ഥന എവിടെ പോയി? ചാണകം ഒഴിയ തറയിലിരുന്നു കൊണ്ട് പാപോലുമില്ല, ഓലക്കീറെടുത്ത് ഓല മെടഞ്ഞ് എടുത്തിട്ട് അതില് മെടഞ്ഞതൊന്നും കാണത്തില്ല. അഭിഷേകം അങ്ങോട്ട് ആരാധന കൊണ്ട് ഇറങ്ങി വരുമ്പോ, ദൈവശക്തി ഇറങ്ങി വരുമ്പോൾ ഈ കിടക്കുന്ന പായോ ഓലയുടെ ഭാഗമോ ഒന്നും കാണത്തില്ല, എല്ലാം പിരിന്നു പോകും. ഇതുപോലെ ആരാധന ഉണ്ടായിരുന്നു. ഇന്നോ ഓർഗൺ അങ്ങനെ അന്യഭാഷ പറയുന്നില്ലേ, കീബോർഡ് അന്യഭാഷ പറയുന്നില്ലേ? ഹല്ലേലൂയ. ദൈവ പൈതലേ, എവിടെ പറയുന്ന എനിക്ക് നിന്റെ എന്ത് വേണം? ഇരട്ടി പങ്ക് അഭിഷേകം വേണം. ആമേൻ. 8ാം വാക്യം പറയുന്നു, ആമേൻ സ്തോത്രം. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി. എങ്ങനെ അടിച്ചു? മടക്കി. ആമേൻ. ചില പറയാനില്ല, ഇതിന്റെ കാല് മടക്കി അടിച്ച നീ ഇപ്പോൾ 4 കരണം മറിഞ്ഞു പോകുമെന്ന് പറയുന്നത് ചില പിള്ളേർ. ഇപ്പൊ കേൾക്കാനില്ല അത്. ഇപ്പൊ അടിയെല്ലാം മാറി ചവിട്ടായി, ഇപ്പൊ അതും മാറി ഇപ്പൊ വെട്ടായി. സ്തോത്രം. വെട്ടൊക്കെ മാറി ഇപ്പൊ ഷൂട്ടായി. ഷൂട്ടും മാറി ഇപ്പോ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ ഇഞ്ചക്ഷനായി. അതൊക്കെ മാറി ഇപ്പൊ കഷായമായി. ഇനി അതും മാറി ഇപ്പൊ സ്പ്രേ. ഒരാൾ പറയാ, ഞാനൊരു സ്പ്രേ കൊണ്ടൊന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സ്പ്രേ അടിക്കാനും പേടിയാ. ആമേൻ. അതിനകത്ത് മയക്ക് വരുന്നുണ്ട്. സ്വതന്ത്രം പറഞ്ഞല്ലോ. ആമേൻ. അതിനകത്തൊരു പ്രശ്നമുണ്ട് ഇപ്പോ. അതുകൊണ്ട് സൂക്ഷിച്ചൊക്കെ നോക്കി, ബ്രാൻഡൊക്കെ നോക്കി അടിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ പൊള്ളിപ്പോവും. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചോളണം. അപ്പൊ ഇവിടെ നോക്കിയേ, ഇതിനെ മടക്കി അവൻ വെള്ളത്തെ അടിച്ചു. അത്
അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരയ്ക്ക് കടന്നു. സ്തോത്രം. അക്കരെ കടന്നു. ഇനി അവിടെ നിന്ന് തിരിച്ചു വരണ്ടേ? അക്കരെ കടന്നപ്പോൾ അവിടെ ഒരു സ്തോത്രം ചോദ്യം അവിടെ ചോദിക്കുക. നോക്കിക്കേ, ആ 9ഉം 10ഉം വാക്യം ഒന്ന് വായിച്ചേ. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശായോട്, ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരേണം? ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. അതിന് എലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടിപ്പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ എന്ന് പറഞ്ഞു. അതിനവൻ, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുന്നുവെങ്കിൽ നിനക്ക് അങ്ങനെ ഉണ്ടാകും, അല്ലെന്ന് വരികിൽ ഉണ്ടാകയില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. കേട്ടോ, അവിടെ നീ ചോദിച്ച കാര്യം അധികം പ്രയാസമുള്ളതാ. പക്ഷെ ഇന്ന് രാത്രി ഒരു വാക്ക് അവിടെ വിളിച്ചു പറയുന്നുണ്ട്. നീ ആ കാര്യത്തിന് നീ ശ്രദ്ധിച്ച് നീ എന്നെ നോക്കിയാൽ, സ്തോത്രം, ഹല്ലേലൂയ, ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ അഗ്നിരഥങ്ങൾ വരും, അഗ്നി കുതിരകൾ വരും. ഞാൻ എടുത്തുകൊള്ളപ്പെടുമ്പോൾ നീ എന്നെ കാണുമോ? നീ എന്നെ കാണുമെങ്കിൽ, ഇന്ന് രാത്രി നിന്റെ കണ്ണ് തുറന്നിരിക്കുമെങ്കിൽ, ഏതാ കണ്ണ്? പുറത്തുള്ള ഈ ഉണ്ട കണ്ണൊന്നും അല്ല തുറന്നിരിക്കണ്ടേ, അകത്തുള്ള ഹൃദയക്കണ്ണ് തുറന്നിരിക്കുമെങ്കിൽ, ഞാൻ ഇങ്ങനെ ആത്മാവിൽ കാണുന്നു, ഏലിയാവിൻ്റെ പുറത്തുള്ള കണ്ണ് തുറന്നിരുന്നെങ്കിൽ ആ ചുഴലിക്കാറ്റിൽ അവൻ്റെ കണ്ണിലെല്ലാം മണ്ണ് കയറി അടഞ്ഞനെ. ആമേൻ. അവൻ തുറന്നിരുന്നത് പുറത്തുള്ള ഈ വലിയ കണ്ണൊന്നും അല്ല കേട്ടോ, അകത്തെ കണ്ണങ്ങ് തുറന്നിട്ട് പറഞ്ഞു, ദൈവമേ ഈ പുതപ്പ് എൻ്റെ മേൽ തന്നെ വരട്ടെ. നമ്മളാറ്റാണെങ്കിലോ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഒരു മാമ്പഴത്തെ തോട്ടിയിട്ട് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ താഴെ കൊട്ടയുമായി നിൽക്കുന്ന വ്യക്തി നോക്കി നിൽക്കുക, കൊട്ടയ്ക്കകത്ത് വന്ന് വീഴുന്നു നോക്കി നിൽക്കുക. ആ കൊട്ടയ്ക്കകത്ത് വന്ന് വീഴും മുമ്പേ ഒരു ഉറുമ്പ് വന്ന് ഒരു കണ്ണി വീണ് കഴിഞ്ഞാൽ ഈ മാങ്ങാപ്പഴം എങ്ങോട്ടോ പോകും, കൊട്ട എങ്ങോട്ടോ പോകും. അതുപോലെയല്ല ഇത് ആത്മീയ കണ്ണ് തുറന്നിരുന്നപ്പോൾ ദൈവപ്രവൃത്തി ഏലിയാവിന്റെ പുതപ്പ് എലീശയുടെ മേലേക്ക് വന്നു വീണു. ആമേൻ. ശുഡമനരഗതുനി വൈഡകരാജകൽക്കനാദി. ആമേൻ. സ്തോത്രം. വായിച്ചേ ആമേൻ. 2-ാമത്തെ അധ്യായത്തിന്റെ സ്തോത്രം 11ഉം 12ഉം വാക്യം ഒന്ന് വായിച്ചേ. 11ഉം 12ഉം വാക്യം ഒന്ന് വായിച്ചേ. അവർ സംസാരിച്ചുകൊണ്ട് നടക്കുമ്പോൾ അഗ്നിരഥവും അഗ്നി അശ്വങ്ങളും വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. ഒരു മിനിറ്റ്, കർത്താവേ, അവര് സംസാരിച്ചുകൊണ്ട് നടന്നപ്പോൾ അല്ലേ, അവര് അവിടെ നടക്കുക, യോർദാനിൽ കൂടെ നടക്കുക, സംസാരിച്ചുകൊണ്ട് അവർ ഇരുവരും നടക്കുക. ഇന്ന് രാത്രി നീ നടക്കുന്നത് അഭിഷേകത്തിൽ വ്യാപരിക്കുന്ന ദൈവകൃപ നിന്റെ മേൽ സ്തോത്രം ഇറങ്ങി വന്ന് അതെ നിന്റെ ജീവിതത്തിനകത്ത് വലിയ അത്ഭുതങ്ങളിലേക്ക് നടത്തുന്ന വാക്കുകൾ നീ സംസാരിച്ചുകൊണ്ട് പോകണം. പരാജയത്തിന്റെ വാക്കുകൾ സംസാരിക്കരുത്, നിരാശയുടെ വാക്കുകൾ സംസാരിക്കരുത്. ആമേൻ. നിന്നെ സ്തോത്രം തളർത്തുന്ന വാക്കുകൾ സംസാരിക്കരുത്. അവർ സംസാരിച്ച് നടക്കുമ്പോ അവിടെ ചുഴലിക്കാറ്റിൽ 12-ാം വാക്യം വായിച്ചേ. അങ്ങനെ ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് കയറി. എലീശ അത് കണ്ടിട്ട്, എന്റെ പിതാവേ, ഇസ്രായേലിന്റെ തേരും തേരാളികളും എന്ന് നിലവിളിച്ചു. പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവൻ തന്റെ വസ്ത്രം പിടിച്ച് 2 ഖണ്ഡമായി കീറിക്കളഞ്ഞു. തന്റെ വസ്ത്രം ആദ്യം കീറി. ഇന്ന് രാത്രി നീ കീറാൻ നീ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടുത്തൊരു പുതപ്പ് വരുന്നുണ്ട്. സ്വതന്ത്രം പറ. ഹല്ലേലൂയ. ആമേൻ. നോക്കിയേ, അവൻ പുതപ്പ് അവന്റെ ശരീരത്തിലെ തുണിയെ 2ആയിട്ട് കീറി അങ്ങ് മാറ്റി. ഇന്ന് പകൽ അത് അവന്റെ ശരീരത്തിലെ ജീവിതത്തിലുള്ള പല ദുർശീലങ്ങളെയും അവൻ കീറി മാറ്റിയപ്പോൾ അതിനകത്തൊരു പുതപ്പ് വന്നു വീണു. വായിക്കാം, 13-ാമത്തെ വാക്യത്തിലേക്ക് വായിക്കാം. പിന്നെ അവൻ ഏലിയാവ് വീണ പുതപ്പെടുത്ത് മടങ്ങിച്ചെന്ന് യോർദാനരികെ നിന്നു. ആമേൻ. അവൻ അതിനെ എടുത്തുകൊണ്ട് യോർദാന് അരികിൽ നിന്നു. അവൻ ആ പുതപ്പ് അവന്റെ മേൽ വന്നു വീണു. അവന്റെ ശരീരത്തിൽ അവൻ അതുവരെ അണിഞ്ഞുകൊണ്ടുവന്നതിനെ അവൻ കീറിക്കളഞ്ഞു. ഇന്ന് രാത്രി സംഖ്യാപുസ്തകം പഠിക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ വസ്ത്രങ്ങളെ അല്ല കീറേണ്ടത്, പിന്നെയോ നിങ്ങൾ ഹൃദയങ്ങളെ തന്നെ കീറണം. ആമേൻ.
ഹൃദയത്തിനകത്തൊരു പരിവർത്തനം സംഭവിക്കണം. ഹൃദയത്തിനകത്തൊരു രൂപാന്തരം വെളിപ്പെടണം. അവൻ അടുത്ത് പോകുന്നത് ഒരു ഇരട്ടി പങ്കിലേക്കാ പോകുന്നത്. നിസ്സാര കാര്യമല്ല ഇത്. ഏലിയാവിൽ നിന്ന് വീഴുന്ന പുതപ്പെടുത്തു കഴിഞ്ഞാൽ അവൻ അതേപോലെ പോയി നിൽക്കുന്ന എവിടെയെന്നറിയാമോ? അസാധ്യമെന്ന് കാണുന്ന, ഇങ്ങോട്ട് വന്നപ്പോൾ കാണുന്ന അതേ യോർദാന്റെ അരികിൽ. പുതപ്പ് വീഴും മുമ്പേ യോർദാൻ യഥാസ്ഥാനപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. പുതപ്പ് വീഴും മുമ്പേ യോർദാൻ യഥാസ്ഥാനപ്പെട്ടു. അവൻ മാത്രം ശേഷിച്ചു. മറുകരയിൽ 51 പേര് കാത്തു നിൽപ്പുണ്ട്. മറുകരയിൽ ആരൊക്കെയോ അവനെ പരിഹസിച്ചോട് നിൽക്കുകയാ. ഇന്ന് രാത്രി പരിഹാസങ്ങൾ മാറുന്ന രാത്രിയാ. നീ തിരിച്ചു മടങ്ങി വരും. ഇരട്ടി പങ്കോടെ മടങ്ങി വരും. നിനക്കൊരു മടങ്ങി വരവുണ്ട്. നിന്റെ കുടുംബത്തിനൊരു മടങ്ങി വരവുണ്ട്. നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു മടങ്ങി വരവുണ്ട്. നിന്റെ ആത്മീയത്തിൽ മടങ്ങി വരവുണ്ട്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിൽ ഒരു യോർദാന്റെ അരികിൽ നിൽക്കുന്ന വ്യക്തിയെ, ആമന്റെ കയ്യിലിരിക്കുന്ന ഒരു പുതപ്പുണ്ട്. എത്രയോ നാളുകളായി പുതപ്പ് കയ്യിലിരിപ്പുണ്ട്. പക്ഷെ യോർദാനെ ഇന്ന് രാത്രി അടിക്കാൻ നീ തയ്യാറായാൽ, ഇതുവരെ കലിത്തുള്ളി നിൽക്കുന്ന അതേ വഴി കൂടെ കടന്നു വന്ന വഴിയിൽ കൂടെ അതിവിശാലമായി നിനക്ക് മറുകര പോകേണ്ടതായി ഉണ്ട്. ഒരു മറുകരയുണ്ട്, ഒരു മറുകരയുണ്ട്. ഓ, നിനക്കൊരു യാത്രയുണ്ട്. ലിൻഡയുടെ അമ്മയോട് ദൈവത്തിന്റെ ആത്മാവെന്ന് രാത്രി വിളിച്ചു പറയുന്നു, ഒരു മറുകരയുണ്ട് കേട്ടോ ദൈവദാസിയെ, ഒരു മറുകരയുണ്ട്. ഇന്ന് രാത്രി കേൾക്കുന്നുണ്ടോ? ദൈവാത്മ വിളിച്ചു പറയുന്നു, ഒരു മറുകരയുണ്ട്. ആമേൻ. ഏലിയാവ് അവൻ 8 അത്ഭുതം ചെയ്തെങ്കിൽ അതിന്റെ ഇരട്ടി ചെയ്യാൻ ഇതിനകത്തൊരു ഇരട്ടി പങ്ക് പ്രാപിച്ച ഒരുത്തൻ വന്ന് നിപ്പുണ്ട്. എന്ന് രാത്രി തമ്പുരാന്റെ ശക്തം ഇന്ന് രാത്രി വിളിച്ചു പറയുക, എലീശേ, നിനക്കൊരു മടക്കയാത്രയുണ്ട്. പക്ഷേ നിന്റെ മുമ്പിൽ യോർദാനുണ്ട്. ജൂഡമന ശംഭവ രികൽക്കന വൈഡകരാജകൽക്കനാദി ഒരു യോർദാനുണ്ട്. ദൈവദാസിയെ, നിങ്ങളുടെ മുമ്പിൽ ഒരു യോർദാൻ നിപ്പുണ്ട്. കലിതുള്ളി നിൽക്കുന്ന, ആമേ സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, കര കവിഞ്ഞൊഴുകുന്ന ഒരു യോർദാൻ മുമ്പിൽ നിൽപ്പുണ്ട്. ദൈവദാസിയെ, ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മ പറയുന്നു, ഒരു മടക്കയാത്ര, ഒരു ഇരട്ടി പങ്ക് പ്രാപിച്ച ഒരു മടക്കയാത്ര. ഓ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി അങ്ങനെ തന്നെ പറയുന്നു, ഒരു മടക്കയാത്ര. വരുന്ന നാൾക്കളിൽ ഒരു മടക്കയാത്രയുണ്ട്. പക്ഷെ ഒരു യോർദാനുണ്ട്. അതിനടുത്ത് വിഭാവിപ്പ് ഒരു ഇരട്ടി പങ്ക് പ്രാപിപ്പാൻ ഈ രാത്രി തയ്യാറാണോ? അതിനകത്തൊരു ദൈവപ്രവൃത്തി വെളിപ്പെടുന്നുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇവൻ ആ പുതപ്പെടുത്ത് യോർദാനിലേക്ക്, ഹല്ലേലൂയ, അടിക്കാൻ ഇങ്ങനെ നോക്കി നിൽക്കുകയാ. സ്തോത്രം. ഹല്ലേലൂയ. അവൻ ആ പുതപ്പിലെടുത്ത് യോർദാനിലേക്ക് അടിക്കാൻ നോക്കി നിൽക്കുക. ഹല്ലേലൂയ. കാരണം 51 പേര് കരയിൽ നിൽപ്പുണ്ട്. യവന്റെ ശവവും കാത്തു നിൽപ്പുണ്ട്. യവന്റെ നാശം കാണാൻ കാത്തു നിൽപ്പുണ്ട്. ഇന്ന് രാത്രി ആരോടൊക്കെ ദൈവാത്മ പറയുന്നു, ഹല്ലേലൂയ, ഇതിന് നാശം കാത്തു നിൽക്കുന്ന ചില കുടുംബത്തിന്റെ അടുത്ത്, ചില വ്യക്തികളുടെ അടുത്ത് ഒരു മടക്കയാത്ര ഇന്ന് രാത്രി ദൈവാത്മാവ് തരികയാ. എലീശ പുതപ്പെടുത്ത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആ യോർദാനിലേക്ക് അവൻ അടിച്ചു. യോർദാൻ രണ്ടായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു മാറി. അവൻ നേരെ മറുകരയ്ക്ക് വന്നു. 51 പേരും എലീശയുടെ മുമ്പിൽ സാഷ്ടാംഗം വീണു. ഇന്ന് രാത്രി ഇതിനകത്ത് സാഷ്ടാംഗം വീണു ചില കുടുംബങ്ങൾ, ചില വ്യക്തികൾ, നിനക്കെതിരെ പടയൊരുക്കുന്ന, നിനക്കെതിരെ കൂടെ പദ്ധതിയിൽ ഒരുക്കുന്ന ചില കുടുംബങ്ങൾ ദൈവാത്മാവ് നിന്റെ മുൻപിൽ സാഷ്ടാംഗം വീഴ്ത്തുന്ന ദിനങ്ങൾ, ആമേൻ, അടുത്തു വന്നിരിക്കുന്നു എന്ന് ദൈവാത്മാവ് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ ആത്മാവ് ദൂത് കൈമാറുകയാ. ഏറ്റെടുക്ക്, പ്രാർത്ഥിക്ക്. എന്ന രാത്രിയിൽ ദൈവപ്രവർത്തിക്കായി ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. ഈ മൂന്നാമത്തെ രാത്രിയിൽ ദൈവാത്മാവ് പറയുന്നു, ഒരു മടക്കയാത്ര. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. ദൈവസന്നിധിയിൽ പ്രാർത്ഥന.